സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ റഅഉൽ ഹിലാല യദ്ഉ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. ഹിലാലിന്റെ മാസപ്പിറവി കണ്ടാൽ ഹബീബായ തങ്ങൾ റജബിന്റെ മാസപ്പിറവി കാണുമ്പോൾ ഹബീബായ തങ്ങളുടെ പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, പരിശുദ്ധമായ റജബില് വരുന്ന ശഅബാനിൽ നീ ബർക്കത്ത് ചെയ്യണമേ. വലിയ കാര്യമാണ് ബർക്കത്ത്. ആ ബർക്കത്ത് കൊണ്ടാണെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവൂ. അതാണ് ധന്യത, അതാണ് ഐശ്വര്യം. ആ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോയാൽ എല്ലാം തകർന്നത് തന്നെ, എല്ലാം നശിച്ചത് തന്നെ. അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഖുനൂത്തിൽ പോലും നമ്മൾ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീമാ അതൈതനാ. പടച്ചവനെ, നീ ഞങ്ങൾക്ക് തന്നതിൽ നീ ബർക്കത്ത് ചെയ്യണേ, ബർക്കത്ത് ചെയ്യണേ. ആ ബർക്കത്തിന്റെ മാസത്തിന്റെ തുടക്കമാണ് എന്ന് അല്ലാഹുവേ, പരിശുദ്ധമായ രാവിലെ ഈ മഹാന്റെ ബർക്കത്ത് കൊണ്ട്, ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട്, ഇവിടെ സന്നിഹിതരായ സാലിഹീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ഈ മാസവും വരുന്ന മാസവും അതിനടുത്ത പരിശുദ്ധമായ റഹ്മത്തിന്റെ മഗ്ഫിറത്തിന്റെ മാസത്തിലും ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്ത് നിന്നിലേക്ക് അടുക്കാൻ, നിന്റെയും നിന്റെ ഹബീബിന്റെയും തൃപ്തി കരസ്ഥമാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. നിന്റെ പൊരുത്തത്തിൽ പ്രസംഗിക്കാനും അത് കേൾക്കാനും അതിരിക്കുവാനും അല്ലാഹുവേ, മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകണേ റബ്ബേ. അതുകൊണ്ട് പരിശുദ്ധമായ ഒരു രാവിലെ നമുക്ക് ഒരുമിച്ച് കൂടാൻ ഒരു ഭാഗ്യം കിട്ടി. ഞാൻ ഈ അവസാനത്തെ ലാസ്റ്റ് ദിവസം ഉറൂസിൻ്റെ അന്ന് വരാമെന്നാണ് കരുതിയത്. അപ്പോൾ ഉസ്താദന്മാരെല്ലാവരും പറഞ്ഞു, ഈ ഉറൂസിൻ്റെ അന്ന് കൂടുതൽ സംസാരിക്കാൻ സമയം കിട്ടൂല. ഇന്നാകുമ്പോൾ പ്രശ്നമില്ല, കുറേ സമയം സംസാരിക്കാം, സുബഹി വരെ സമയമുണ്ടല്ലോ, അപ്പം നമുക്ക് സംസാരിക്കാൻ സമയം ഉണ്ടാകും. ഉറൂസ് ആകുമ്പോൾ അങ്ങനെ. അതുകൊണ്ട് ഉസ്താദെ 5 വർഷമായിട്ട് എന്നെ ഇവിടുന്ന് വിളിക്കുന്നു, ലൈൻ അങ്ങോട്ട് വരുന്നില്ല. മംഗലാപുരം കഴിഞ്ഞാൽ മൊത്തം ലൈൻ കെട്ടാം. അപ്പം അതുകൊണ്ട് എന്തായാലും അൽഹംദുലില്ലാഹ് ഇവിടേക്ക് എത്തി. നല്ല സ്നേഹമുള്ള ആളുകൾ വളരെ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് കൂടി കാണാനും എടുക്കാനും പരിചയപ്പെടാനും നമുക്കൊരു തൗഫീക്ക് കിട്ടി. ഇന്ന് നമുക്കിവിടെ വിഷയം തന്നിരിക്കുന്നത് കുടുംബജീവിതം എങ്ങനെയാകണമെന്നും ഭാര്യാഭർത്തൃ ജീവിതം, അവരുടെ ബന്ധങ്ങൾ എങ്ങനെയാകണം എന്നും എന്നതിനെക്കുറിച്ച് ഇത്തിരി തുറന്നു പറയാൻ എന്നെ കൊണ്ടേ പറ്റുള്ളൂ എന്ന് മനസ്സിലായിട്ടായിരിക്കാം ഇപ്പോഴേ അവർ ചിരി തുടങ്ങി. അതുകൊണ്ടായിരിക്കാം എന്നെ അവർ വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊക്കെ നമ്മൾ ഈ പള്ളിയിൽ വന്നിട്ട് ഇവിടെ പരസ്യമായിട്ട് പ്രസംഗിച്ചാൽ നമുക്കതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പൊതുവെ ഞാൻ ഈ ആക്ഷേപത്തിന് അർഹനാണ്. ഒരുപാട് ആക്ഷേപം ഈ ഇസ്ലാമിൻ്റെ വിരോധികളും യുക്തിവാദികളും ഓരോ ക്ലിപ്പുകൾ കട്ടെടുത്തിട്ട് അതിനെക്കുറിച്ച് ഇങ്ങനെ മലർത്തിക്കിടത്തി, ചരിച്ച് കിടത്തി, കുനിച്ച് നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ഇടങ്ങേറാക്കി ദിവസം തോറും എന്നെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ കൂട്ടത്തിൽ ഞാനിതിങ്ങനെ പരസ്യമായിട്ട് ബാല് പറയാന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ പരിശുദ്ധ ഖുർആനും ഹദീസും ഓതി പറയുന്നത് കൊണ്ട് നമുക്ക് യാതൊരു വിഷമവും ഇല്ല. അതുകൊണ്ട് വിഷമവുമില്ല. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ, ഞാൻ പറഞ്ഞു ഉസ്താദന്മാരോട് കുറച്ച് ഇർഷാദ് ദാരിമി എടുത്ത് ഞാൻ പറഞ്ഞു, നമ്മൾ ഇതെല്ലാം ഈ പരസ്യമായിട്ട് പറയല്, ഈ കുട്ടികൾ, കൊച്ചുങ്ങള്, വാപ്പ, ഉമ്മ, തള്ള, മക്കള് ഇവരെല്ലാം ഇരിക്കുമ്പോൾ നമ്മളിത് കുറച്ച് പരസ്യമായിട്ട് പറയുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ പിന്നെ അദ്ദേഹം പറഞ്ഞ് കുഴപ്പമില്ല, ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ മലയാളം എല്ലാവർക്കും മനസ്സിലാവില്ല, അതുകൊണ്ട് പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ. മലയാളം അങ്ങനെ മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് പൊട്ടിച്ചാലോ. ഇതെന്താ, നിങ്ങളാരും ചിരിക്കാതിരുന്നാൽ മതി. സംഭവം നിങ്ങൾ പോയ പ്രസംഗം തീർന്നു അല്ല, പ്രസംഗം അവസാനിച്ച് ഞങ്ങളുടെ വർഗത്തിലാണ് നമ്മൾ പോയി പ്രസംഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അൽഹംദുലില്ലാ, നമ്മളിപ്പോ ഉള്ളത് പറയാന്ന് പറഞ്ഞാല് നമുക്ക് മറക്കണ്ട. ഇന്നല്ലാഹ ലാ യസ്തഹീ മിനൽ ഹഖ്, ഹക്കിനെ ഭയപ്പെടുന്നില്ല. അള്ളാഹ്ക്ക് ഹക്ക് മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. ലൈംഗിക അരാജകത്വം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ഭാര്യ ഒരു ഭർത്താവുമായി, ഒരു ഭർത്താവ് ഒരു ഭാര്യയുമായി ഇസ്ലാമിക വ്യവസ്ഥയിൽ എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഹദീസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഉസ്താദന്മാരോ പഠിപ്പിച്ചതല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ ഗുരുഭൂതരായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ A to Z, അങ്ങനെയാണ് A to Z, ഇപ്പൊ അത് ലോപിച്ച് ഇപ്പൊ A to Z എന്നാക്കി.
അപ്പൊ അങ്ങനെ A to Z വരെ പഠിപ്പിച്ചു ആദരവ് റസൂലുള്ളാഹി തങ്ങൾ. എങ്ങനെ കക്കൂസിൽ പോകണം, ഏത് കാല് വെച്ച് കയറണം, ഏത് കാല് വെച്ച് ഇറങ്ങണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ കഴുകണം, ഇത് പഠിപ്പിച്ച ഒരേ ഒരു മഹാലോകത്തുണ്ടെങ്കിൽ നമ്മുടെ ഗുരുഭൂതരാകിയ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടാൻ കാരണക്കാരനായ ലോകത്തിന്റെ നേതാവേ, ലോകത്തിന്റെ ജേതാവേ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ് ലോകത്ത് ഇത്രത്തോളം ഏറ്റവും വലിയ സെക്ഷുവൽ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചെന്ന നബിതങ്ങളാണ്. എങ്ങനെയാകണമെന്നുള്ളതാണ് അതിന്റെ ചൈതന്യം, അതിന്റെ പവിത്രത. മൃഗീയമാകരുത്, വൈകൃതമാകരുത്, അത് ആഭാസമാകരുത്. അതുകൊണ്ട് എങ്ങനെയാകണം, അതിന്റെ അദബ്, അതിന്റെ തർബിയത്ത്, അതിന്റെ മര്യാദ നമുക്ക് പഠിപ്പിച്ചു തന്നു പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതുകൊണ്ട് അൽഹംദുലില്ലാ കുടുംബ ജീവിതം എന്ന് പറയുന്നത് ഒരു മഹത്തായ ഒരു കെട്ടുറപ്പാണ്. വിവാഹത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് വെഡ്ഡിംഗ് എന്നാണ് അല്ലേ? എല്ലാവരും ഈ വെഡ്ഡിംഗ് ആനിവേഴ്സറി എന്ന് പറയുക. വെഡ്ഡിംഗ് ഈ വെഡ്ഡിങ്ങിന് നമുക്ക് ഒരു എല്ലും കൂടെ ചേർത്ത് കൊടുത്താൽ വെൽഡിംഗ് എന്ന് പറയാം. വെൽഡിങ്ങിന് അർത്ഥം എന്താ? രണ്ട് സാധനം ചേർത്ത് വെച്ച് ഒട്ടിക്കുന്നതിനാണ് വെൽഡ് ചെയ്യാന്ന് പറയാ. ആ സാധനം വെൽഡ് ചെയ്യുക. ഇപ്പൊ മിത്തബയിലുള്ള പയ്യൻ, ഇപ്പൊ നമ്മുടെ ബാബിലായിലുള്ള പെണ്ണ്, രണ്ടുപേരെയും കൂടെ ഒട്ടിച്ചു കൊടുക്കുന്ന ആശാരി ആര്? പള്ളിയിലെ ഖാളി. നമ്മളാണ് ആശാരി, മേസ്തിരി, ഇത് ചെയ്ത് പണി കൊടുക്കുന്ന ആള് ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പൊ രണ്ടുപേരും വെൽഡ് ചെയ്യാണ്. ആ എല്ല് പോകുമ്പോഴാണ് ഈ വെഡ്ഡിങ് ആവുക. അപ്പൊ വെൽഡിങ് ആണെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് വെഡ്ഡിങ്, കല്യാണം. വെൽഡ് ചെയ്യുന്ന സാധനം കുറെ നാളാകുമ്പോൾ തുരുമ്പ് പിടിക്കും. കുറെ നാളാകുമ്പോൾ തുരുമ്പ് പിടിക്കും. ചില സ്ഥലത്ത് ഓട്ട വീഴും, ചില സ്ഥലത്ത് കുറച്ച് സ്ക്രാച്ച് ഉണ്ടാകും. അത് സ്വാഭാവിക. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുമ്പോ നമ്മൾ എന്താക്കണം? അതൊക്കെ പോളിഷ് ചെയ്ത് അതെല്ലാം ക്ലിയർ ആക്കണം. ഇത് തന്നെയാണ് വിവാഹം. നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ്, 2 വർഷം കഴിഞ്ഞ്, 10 വർഷം കഴിഞ്ഞ്, 15 വർഷം കഴിഞ്ഞവരുണ്ട്, 17 വർഷം കഴിഞ്ഞവരുണ്ട്, 20 വർഷം കഴിഞ്ഞവരുണ്ട്. പക്ഷേ നമുക്കിടയിൽ ഒരുപാട് പോളിഷ് ബാക്കിയാണ്, പോളിഷ് ചെയ്യാറില്ല. ഒരുപാട് ദ്വാരങ്ങളുണ്ട്, ഒരുപാട് വിടവുകളുണ്ട്, ഒരുപാട് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. അതെല്ലാം വെൽഡ് ചെയ്ത് ക്ലിയർ ആക്കേണ്ടതാണ് നമ്മുടെ ബാധ്യത. അവിടെ വീഴ്ചകൾ വന്നു പോയാൽ കുടുംബം തകർന്നു പോകും. അതുകൊണ്ടാണ് എന്താണ് വെഡ്ഡിംഗ് എന്ന് പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതാണ് കുടുംബജീവിതം, അതാണ് കുടുംബജീവിതം. വെഡ്ഡിംഗ് എന്ന് പറഞ്ഞതാണ്. അതാണ് ഈ വെഡ്ഡിംഗ് ആനിവേഴ്സറി നമുക്ക് കൂടെ എന്ന് പറഞ്ഞത്. ഒരു സൗന്ദര്യത്തിന്റെ പേരിലല്ല വൈവാഹിക ജീവിതം, സമ്പത്തിന്റെ പേരിലല്ല വൈവാഹിക ജീവിതം. സമ്പത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പേരിലാണ് വൈവാഹിക ജീവിതമെങ്കിൽ എത്രയോ സിനിമാ നടീനടന്മാരാണ് അവരുടെ വിവാഹ ജീവിതം ഡിവോഴ്സ് ചെയ്യുന്നത്. ഈ അടുത്ത സമയത്തും ഈ കർണാടകയിലെ ഒരു ചെറുപ്പക്കാരനായ, അവന്റെ പേര് മറന്നു, ഈ കർണാടകക്കാരന്റെ പേര് പഠിച്ചുവിടാൻ വലിയ പാടാണ്. ആ ചെറുപ്പക്കാരൻ ഡിവോഴ്സ് ചെയ്തു തന്റെ ഭാര്യയെ. എന്തെന്റെ കുഴപ്പം? സൗന്ദര്യവതിയാണ്, സമ്പത്തുണ്ട്. സൗന്ദര്യവും സമ്പത്തും പോരാ, അതല്ല വൈവാഹിക ജീവിതത്തിന്റെ മാനദണ്ഡം. അതുകൊണ്ടാണ് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചത്, സമ്പത്ത് നോക്കി നീ വിവാഹം കഴിക്കരുതേ, സൗന്ദര്യം നോക്കി നീ വിവാഹം കഴിക്കരുതേ. അങ്ങനെ കഴിച്ചാൽ ആ സമ്പത്തിന്റെ പേരിൽ, ആ സൗന്ദര്യത്തിന്റെ പേരിൽ നീ വഴികേടിലേക്ക് പോയേക്കാം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വൈവാഹിക ജീവിതത്തിലേക്ക് ഒരു ഇണയെ തെരഞ്ഞെടുക്കണമെങ്കിൽ നീ ഏറ്റവും കൂടുതൽ അതിൽ പരിഗണിക്കേണ്ടത് ദീനാണ്, പരിശുദ്ധമായ മതബോധമാണ്, ഇസ്ലാമിക ചൈതന്യമാണ്, സമ്പത്തല്ല, സൗന്ദര്യമല്ല. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾക്ക് 12 ഭാര്യമാരുണ്ടായിരുന്നു. 12 ഭാര്യ, 11 ഭാര്യയും മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു തആല അൻഹ എന്ന അടിമ സ്ത്രീ. അങ്ങനെ ഉലമാക്കൾ 12 എന്ന് പറയുന്നു. യഥാർത്ഥ ഭാര്യ 11, പിന്നെ അങ്ങനെ 12. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ ജീവിതത്തിലെ കുടുംബിനികളായ ഈ ഭാര്യമാരിൽ ബഹുമാനപ്പെട്ട ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഒഴികെ ബാക്കി എല്ലാവരും വിധവകളാണ്. ആയിഷ റളിയല്ലാഹു തആല വിർജിൻ ലേഡി, കന്യസ്ത്രീ. ആയിഷ റളിയല്ലാഹു തആല അൻഹ മാത്രമാണ് കന്യസ്ത്രീ, ബാക്കിയെല്ലാം വിർജില്, ബാക്കിയെല്ലാം വിധവകളാണ്. 40 വയസ്സായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ പുതുമണവാളനാണ് 25 വയസ്സുള്ള ലോകത്തിന്റെ പ്രകാശം മുത്ത് മുഹമ്മദ് മുസ്തഫ. ഒരുപാട് കാര്യം മനസ്സിലാവുന്നുണ്ടല്ലോ, നല്ലപോലെ പെട്ടെന്ന് പറഞ്ഞു തരാം, പെട്ടെന്ന് ഓടിച്ചങ്ങ് വിടാം, കുറച്ചൊക്കെ മനസ്സിലാക്കിയാൽ മതി.
കുറച്ചെല്ലാം മനസ്സിലാവുന്ന നല്ലത്. എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് മനസ്സിലാക്കി പോവാന്നുള്ളതാണ് അതിന്റെ കറക്റ്റ്. 40 വയസ്സായ ബഹുമാനപ്പെട്ട നബിയുന ആയിഷ ഖദീജ റളിയല്ലാഹു അൻഹയുടെ പുതുമണവാളനായി വന്നത് 25 വയസ്സുള്ള പ്രവാചകനാണ്. 65 വയസ്സിലാണ് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. എത്രയോ ഭാര്യമാരുണ്ടായിരുന്ന ആ പ്രവാചകൻ പോലും ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, എന്റെ ജീവിതത്തിൽ എനിക്ക് സാമ്പത്തികമാകട്ടെ, ദാമ്പത്തികമാകട്ടെ, ശാരീരികമാകട്ടെ, മാനസികമാകട്ടെ, എനിക്ക് എല്ലാ നിലയ്ക്കും സുഖം നൽകിയത് എന്റെ ഖദീജയാണ്, എന്റെ ഖദീജയാണ്. 40 വയസ്സ് ഖദീജക്ക്, നബി തങ്ങൾക്ക് 25 വയസ്സ്. അതീ വെച്ച് തന്നെ മനസ്സിലാക്കണം, സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ വയസ്സ് എത്ര? 33. 33 വയസ്സ് സ്വർഗത്തിലെ പെണ്ണുങ്ങൾക്ക്. അതിന്റെ ഒരു ജിമാഇന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. 33 വയസ്സ് 33 വയസ്സ് ആണ് സ്വർഗത്തിലെ സ്ത്രീകൾ. ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വയസ്സ് 33. ആ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വയസ്സാണ് സ്വർഗത്തിലെ സ്ത്രീകൾക്ക്, സ്വർഗത്തിലെ നമുക്കൊക്കെ അല്ലാഹു തആല പരിഗണിക്കുന്നത്. ഹബീബായ തങ്ങളുടെ ഗുണമാണ്, സ്വഭാവമാണ് നമുക്ക് പരിഗണിക്കുന്നത്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൗന്ദര്യമാണ് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പരിഗണിക്കുന്നത്. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വരമാധുര്യമാണ് അല്ലാഹു തആല സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പരിഗണിക്കുന്നത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 60 മുഴമുള്ള നീളമാണ് സ്വർഗത്തിൽ അല്ലാഹു നമുക്ക് വേണ്ടി പരിഗണിക്കുന്നത്. നീളത്തിലൊക്കെ കാര്യമുണ്ട്. അവിടുത്തെ ഒരു ജിമാ എന്ന് പറഞ്ഞ ഒരു വർഷം, ഒറ്റ വർഷം നീണ്ടു നിൽക്കും. പട്ടം തന്നെ മരിച്ചാൽ കൊള്ളാൻ ആഗ്രഹിക്കും. ഇപ്പോഴേ തന്നെ ഒറ്റ വർഷം. അങ്ങനെയാണ് സംഭവം. ആമികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, എന്തുവാ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഉസ്താദ് അതൊക്കെ നാളെ വന്നിട്ട് ഉസ്താദിനോട് ചോദിച്ചോളൂ. ഞാൻ ഇതെല്ലാം അറബിയിൽ പറയുന്നതല്ല, മനസ്സിലായില്ലേ? ഇതിനൊക്കെ ഒരു പവർ ഉണ്ട്. അപ്പൊ ഈ 40 വയസ്സായ ഖദീജ റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സ്. 65 വയസ്സ് ആകുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത്. ഖദീജ റളിയല്ലാഹു തആല അൻഹ തങ്ങൾ അവർ മരണപ്പെട്ടപ്പോൾ നബി തങ്ങൾക്ക് ഇതുപോലെ വിഷമമില്ല. എല്ലാം കൊണ്ടും തന്നെ തൃപ്തിപ്പെടുത്തിയത് തന്റെ ഖദീജയാണ്. ഖദീജ ബീവിയിലൂടെയാണ് നബി തങ്ങൾക്ക് മക്കളെ അല്ലാഹു സമ്മാനിച്ചത്. എല്ലാം കൊണ്ട് തൃപ്തി ഖദീജ റളിയല്ലാഹു തആല, എല്ലാം കൊണ്ട് തൃപ്തിയായി. ആയിഷ റളിയല്ലാഹു തആല എന്ന മറ്റൊരു ക്വാളിറ്റിയാണ്, ഖദീജ ബീവിയുടെ ക്വാളിറ്റി അല്ല. ഖദീജ ബീവി ഗർഭം ധരിച്ചു, പ്രസവിച്ചു, പക്ഷേ ഒരൊറ്റ ഹദീസ് റിവായത്ത് ചെയ്തിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പ്രസവിക്കാറില്ല, ഗർഭിണിയാകാറില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ ബുദ്ധിമതിയാണ്, സാഹിത്യകാരിയാണ്, അഫ്ഖഹുൻ നിസാ ആണ്, ഏറ്റവും വലിയ കർമ്മശാസ്ത്ര പണ്ഡിതയാണ്, ബുദ്ധിമതിയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ 2685ഓളം ഹദീസ് ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്തു. അതിൽ കുടുംബ ജീവിതം എങ്ങനെയാണെന്ന് വ്യക്തമായി ആയിഷ ബീവിയാണ് ലോകത്ത് പഠിപ്പിച്ചു കൊടുത്തത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ചെയ്തത് മറ്റൊരു അമല്, അത് നബി തങ്ങൾക്കും കുടുംബത്തിനും വേണ്ടിയാണ്. ആയിഷ ബീവി ചെയ്തത് ലോക ജനതയ്ക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ പല ഗുണങ്ങളും പല സ്വഭാവങ്ങളും ഉണ്ട്. അത് കുറ്റം പറയാൻ നിൽക്കണ്ട. 2 പെണ്ണുള്ളവർക്ക് അതിൻ്റെതായ ഗുണമുണ്ട്. 2 ഭാര്യയുള്ളവർക്ക് ചിലപ്പോൾ ഒരു ഭാര്യ സൂര്യ ഉദിച്ചിട്ടേ ഉണരുള്ളൂ, മറ്റേ ഭാര്യ തഹജ്ജുദിനെ എഴുന്നേക്കും. വ്യത്യാസമുണ്ട്. അത് 2 കെട്ടി നോക്കണം, അപ്പോഴേ അതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ. ഒരു ഭാര്യയുമായിട്ട് നമ്മൾ ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ചുമ്മാ ഒരുമാതിരി പീസ് പോയതുപോലെ കിടക്കും. മറ്റേത് അങ്ങനല്ല, ഇപ്പൊ ചാർജായ പുതിയ എനർജി പോലെ ചാടിക്കളിക്കും. അപ്പൊ അങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെ അതിൻ്റെതായ ഒരു പവർ, അത് വ്യത്യാസമുണ്ട്. അതല്ല ഓരോന്നും. അതുകൊണ്ട് നമ്മൾ ഹലാല് നോക്കണം, ഹറാമ് നോക്കാൻ നിൽക്കണ്ടാരും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ ഉണ്ടായ വ്യത്യാസം. ചിലർക്ക് സൗന്ദര്യമുണ്ട്, ചിലർക്ക് സൗന്ദര്യം കുറവ്. സൗദാ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയതമയായ ഖദീജ റളിയല്ലാഹു അൻഹ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയപ്പോ രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂൽ വിവാഹം കഴിച്ചത് ബഹുമാനപ്പെട്ട സൗദാ ബിൻത് ഹംസ ഹസ്മ സൗദാ ബിൻത് സൗദാ റളിയല്ലാഹു തആല അൻഹയാണ്. സൗദാ റളിയല്ലാഹു തആല എത്ര വയസ്സാണെന്ന് നിങ്ങൾക്കറിയോ? എത്ര വയസ്സെന്നറിയോ? 60 വയസ്സ്.
നമ്മൾ അംഗീകരിക്കുമോ? എന്റെ ഖദീജയേക്കാൾ ഒരു ശ്രേഷ്ഠയായ ഭാര്യമാരെ എനിക്ക് അല്ലാഹു നൽകിയിട്ടില്ല ആയിഷ. നമ്മൾ 50 വയസ്സുള്ള ഭാര്യയെ വെച്ചിട്ട് 18 വയസ്സുള്ള ഒരു പെണ്ണിനെ കിട്ടിയാൽ ഓൾഡ് കൂട്ടത്തിൽ തന്നെ ആയിരിക്കും എപ്പോഴും. കിളവി അവിടെ പറയില്ല ഇത്തിഖാഫ്. ഇത്തിഖാഫിന്റെ നിയത്ത് നവയത്തുൽ ഇത്തിഖാഫ ഫീ ഹാദൽ ബൈതി ഹത്തൽ മമാത്ത്. കാരണം വരുന്നില്ല, ഭർത്താവ് വരുന്നില്ല, കാണുന്നില്ല, സാന്ത്വനപ്പെടുത്തുന്നില്ല, താലോലിക്കുന്നില്ല. 20 വയസ്സായ ബാല്യക്കാരിയായ പെണ്ണുമായിട്ടാ പോയത്. എന്നാലോ ഖദീജ ബീവിക്ക് വയസ്സ് 60. ആയിഷ ബീവി ഖദീജ ബീവിക്ക് 65 വയസ്സ്. ആയിഷ ബീവിക്കോ 10 വയസ്സ്, 12, 18 വയസ്സ്. ആയിഷ ബീവിയുടെ കൈക്ക് പിടിച്ചിട്ടാണ്. അതോ സുന്ദരിയാണ്, സുമകയാണ്, സുഷ്മയാണ്, സുശീലയാണ്, ചുവന്നവളാണ്, വെളുത്തവളാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങള് ആയിഷ ബീവിയുടെ സൗന്ദര്യം കണ്ടിട്ട് പറഞ്ഞു, യാ ഹുമൈറ, ഏ ചുവന്നവളെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുമായിരുന്നു. അത്രയ്ക്കും സുന്ദരിയായിരുന്നു. നഹീലത്തുൽ ഇസ്മ, സ്ലിം ബ്യൂട്ടി ആയിരുന്നു ആയിഷ ബീവി. പെണ്ണുങ്ങൾക്ക് അത് ആഗ്രഹിക്കുന്നത് സ്ലിം ബ്യൂട്ടി. വയസ്സല്ല, ഇച്ചിരി വണ്ണമായി പോയാൽ അത് ഇഷ്ടമല്ല. അതുകൊണ്ട് പെണ്ണുങ്ങന്മാരൊന്നും തിന്നൂല അല്ല, തീറ്റി കുറച്ചിട്ട് സ്ലിം ആകാണ്ടിരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ സ്ലിം ആയിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ തവീലൽ ഖാമ, നല്ല നീളം ഉണ്ടായിരുന്നു. ബയാദിൽ ബശ്റ, ശരീരം നല്ല വെളുത്ത് ചുവന്നവളായിരുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹ കാനത്ത് ഫസാഹ, സാഹിത്യ സമ്പുഷ്ടയായിരുന്നു. കാനത്ത് ഫഹാമ, ഒരു കാര്യം പറഞ്ഞാൽ അപ്പോഴേ അത് ബൈഹാർട്ട് ആവുമായിരുന്നു. അതൊക്കെ ഒരു പ്രത്യേക ഗുണമാണ്. അത്രയ്ക്കും ഗുണമുള്ള ആ ആയിഷ ബീവിയുടെ മുന്നിൽ വെച്ചാണ് നബി തങ്ങള് ഖദീജ ബീവിയെ കുറിച്ച് പുകഴ്ത്തിയത്. അത് കിളവിയല്ലേ നബിയേ എന്ന് ഖദീജ ബീവിയെ കുറിച്ച് ആയിഷ ബീവി പറഞ്ഞപ്പോ ഗർജിച്ചുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകം പറയുകയാണ്, ലാ ലാ, അവള് കിഴവിയല്ല ആയിഷ. മാ ഖലഫനി അല്ലാഹു ഖൈറൻ മിൻഹാ, അവളേക്കാൾ ഒരു ശ്രേഷ്ഠമായവളെ എനിക്ക് അല്ലാഹു നൽകിയിട്ടില്ല. വവാസത്നി ബിമാലിഹാ ഇദ് ഹറമനി അന്നാസ്, ജനങ്ങൾ എനിക്ക് സമ്പത്ത് നിഷേധിച്ചപ്പോ ശിഅബ് അബീ താലിബിൽ ഞാൻ പട്ടിണി കിടന്ന സമയത്ത് പോലും മക്ക മുശ്രിക്കീങ്ങൾ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയ സമയത്ത് എന്റെ ഖദീജയുടെ സമ്പത്ത് കൊണ്ടാണ് ഈ പരിശുദ്ധമായ ദീനിനെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നത് ആയിഷ. ജനങ്ങൾ എന്നെ അവിശ്വസിച്ചപ്പോ എന്റെ ഖദീജയാണ് എന്നെ വാസ്തവമാക്കിയത് ആയിഷ. വറസഖനി അല്ലാഹു ഔലാദാ ഇദ് ഹറമനി അന്നിസാ, എന്റെ ഖദീജയിലൂടെയാണ് എനിക്ക് അല്ലാഹു മക്കളെ നൽകിയത്, സന്താനങ്ങളെ നൽകിയത്. മറ്റുള്ള ഭാര്യമാരെക്കാൾ എന്റെ ഖദീജയിലൂടെയാണ് എനിക്ക് അല്ലാഹു സന്താനങ്ങളെ നൽകിയത്. അതുകൊണ്ട് ആയിഷ നിങ്ങളെക്കാൾ ശ്രേഷ്ഠയല്ല കേട്ടോ, എന്റെ ഖദീജ എനിക്ക് വലുതാണ് ആയിഷ. ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഒരിക്കലെങ്കിലും 50 വയസ്സായ നമ്മുടെ ഭാര്യയുടെ തോളിൽ തട്ടിയിട്ട് ബാംബിലയിലെ ഖദീജയുടെ മക്കളല്ല, ഖദീജയുടെ കാര്യമല്ല, ബാംബിലയുടെ ഖദീജയുടെ തോളിൽ തട്ടിയിട്ട് സ്റ്റിൽ ഐ ലൈക്ക് യു, എനിക്ക് ഇഷ്ടമാണെന്ന് ആ കിളവിയോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? 40 വയസ്സായ സെറീനയോട് പറഞ്ഞിട്ടുണ്ടോ? 40 വയസ്സായ നസീമയോട് പറഞ്ഞിട്ടുണ്ടോ? 35 വയസ്സായ ആയിഷയോട് പറഞ്ഞിട്ടുണ്ടോ? സ്റ്റിൽ ഐ ലൈക്ക് യു. ഒരൊറ്റ വാക്ക് മതി ഒരു പെണ്ണിനെ നമ്മളെ സ്നേഹിക്കാൻ. ഈ ഒരൊറ്റ വാക്ക് മതി. ഞാനില്ലേ നിന്റെ കൂടെ, ഞാനില്ലേ നിന്റെ കൂടെ, ഞാനല്ല എല്ലാം, നീ എന്തിനു പേടിക്കുന്നത് എന്ന ഒരൊറ്റ വാക്ക് ആഗ്രഹിക്കാണ് ഈ പെണ്ണുങ്ങൾ ആഗ്രഹിക്കുന്നത്. ഭർത്താവിന്റെ ആ സാന്ത്വനം അതാണ്. ഈ ഭർത്താവിന്റെ കൂടുതലും ചില പെണ്ണുങ്ങൾക്ക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഈ സംസാരം. അതുകൊണ്ടാണ് പലരും നമ്മുടെ പെണ്ണുങ്ങളെ കൊത്തിയെടുത്തു കൊണ്ടുപോകുന്നത്. സംസാരിച്ച് തമിഴിൽ പറയും സംസാരം അത് മിൻസാരം.
സംസാരം എന്ന് തമിഴിൽ പറഞ്ഞാൽ ഭാര്യമാർക്ക് പറയുന്ന പേര് മിൻസാരം എന്ന് പറഞ്ഞാൽ കരണ്ട്. സംസാരം ഭാര്യമാരെന്ന് പറയുന്നത് കരണ്ട് അടിക്കും, സൂക്ഷിച്ചോ. സംസാരിച്ച് സോപ്പിട്ട് എടുക്കണം. കറണ്ട് അതിൻ്റെതായ പവർ അനുസരിച്ച് നമ്മൾ കുത്തിയാൽ പ്രശ്നമില്ല. ഓവറായിട്ട് കുത്തിപ്പോയാൽ തീർന്ന സംഭവം, അടിക്കും, കറണ്ട് അടിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഭാര്യയെ സ്നേഹിച്ചങ്ങനെ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഒരിക്കലും പ്രശ്നമില്ലാത്ത ഒരു കുടുംബമായിരുന്നില്ല ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ ഖുർആൻ 4 കുടുംബങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. അതിലൊന്ന് ഭാര്യ മുസ്ലിം, ഭർത്താവ് മുസ്ലിം. അത് ആദരവായ റസൂലുള്ളാഹി തങ്ങളാണ്. അവിടുത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ്, മഹദിമാരായ അവിടുത്തെ നമ്മുടെ മാതാക്കളാണ്, ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ പ്രിയതമകളാണ്. പിന്നീട് ഖുർആൻ പരിചയപ്പെടുത്തുന്നു ഭർത്താവ് മുസ്ലിം, ഭാര്യ കാഫിർ. പിന്നെ പരിചയപ്പെടുത്തുന്നു ഭാര്യ കാഫിർ, ഭർത്താവ് മുസ്ലിം. പിന്നെ പരിചയപ്പെടുത്തുന്നു ഭർത്താവും ഭാര്യയും കാഫിർ. വിശദീകരിക്കാൻ സമയമില്ല, എന്റെ മറ്റേ വിഷയത്തിലേക്ക് കയറുന്നില്ല. അത് ഉള്ളാളത്ത് പ്രസംഗിക്കാൻ, ഉള്ളാളത്ത് 22-ാം തീയതി കുടുംബം ഖുർആനിലെ കുടുംബം ഉള്ളാളം. അതൊക്കെ അങ്ങനെ ഖുർആനിലെ 4 രീതിയിൽ പറയുന്നുണ്ട്. ഒരു ഭാര്യ മുസ്ലിം, ഭർത്താവ് എക്സ് മുസ്ലിം. ഇപ്പൊ പുതിയൊരു സംഘടന എക്സ് മുസ്ലിം, കുറെ ശൈത്താന്മാരെല്ലാം കൂടെ കളിച്ചെടുത്തിട്ട് എക്സ് മുസ്ലിം. അപ്പൊ അങ്ങനെ ഭാര്യ മുസ്ലിം, ഭർത്താവ് എക്സ് മുസ്ലിം. എക്സ് മുസ്ലിം അല്ല, മുസ്ലിം അല്ല. അപ്പൊ അങ്ങനെ പരിചയപ്പെടുത്തുന്നു പരിശുദ്ധമായ ഖുർആൻ. ഫിറഔന് ഒന്ന് ആസിയ ബീബി, നൂഹ് നബി അവിടുത്തെ ഭാര്യ, അബൂ ലഹബ് അവന്റെ ഭാര്യ. മനസ്സിലായില്ലേ? ഇങ്ങനെ 4 ഭാഗം. ഒന്ന് നബി കൊടുത്ത കുടുംബിനികൾ. 4 വിശദീകരിക്കുന്നതിന് 3 ദിവസം. എന്നാലും നമ്മുടെ ഇവിടുത്തെ പെണ്ണുങ്ങളുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്താൻ പറ്റുള്ളൂ. അതാണ് ഖുർആനിലെ കുടുംബം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരുമായിട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഇല്ലാന്ന് ആര് പറഞ്ഞു? ഒരിക്കൽ ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ സന്തത സഹചാരിയായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് അവിടുത്തെ ഭാര്യ ആതിഖ റളിയല്ലാഹു അൻഹ കയർത്ത് സംസാരിച്ചു. ദേഷ്യപ്പെടുക. കയർത്ത് മനസ്സിലാവില്ലല്ലേ? ചില പെണ്ണുങ്ങന്മാർക്ക് വാ തുറന്നാൽ അല്ലാഹു അക്ബർ, നഊദു ബില്ലാഹ്, നായുവിന് മംഗലാപുരം വരെ നീളം കാണും. ഹൈവേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു 4 കൂട്ടം സ്ത്രീകൾ നരകത്തിലാണ്. 4 കൂട്ടം സ്ത്രീകൾ നരകത്തിലാണ്. അതിൽ ഒരു കൂട്ടമാണ് ബദിയത്തുൽ ലിസാൻ, ഐ തവീലത്തുൽ ലിസാൻ. നാവ് നീളമുള്ള പെണ്ണ് നരകത്തിലാണ്. നാളെ ഒരു സ്കെയിൽ എടുത്തു വെച്ചിട്ട് നമ്മുടെ താത്താമാര് പോയിട്ട് നടന്നു നോക്ക്, എന്റെ നാവിന് നീളം കൂടുതലാണോ? ആ നീളമല്ല പെങ്ങളെ, തന്റെ ഭർത്താവിന്റെ മുന്നിൽ വാ തുറന്ന് ഒച്ചത്തിൽ ശബ്ദമിട്ട് സംസാരിക്കുന്നവൾ അവള് നരകത്തിലാണെന്ന് ലോകത്തിന്റെ ഗുരുഭൂതർ മുത്ത് മുഹമ്മദ് മുസ്തഫ. അതാണ് നാവ് നീളമുള്ള പെണ്ണെന്ന് നബി തങ്ങൾ പറഞ്ഞത്. ചില പെണ്ണുങ്ങളെ കുറിച്ച് പറയും, ഓളുടെ അടുത്ത് സംസാരിക്കാൻ നിൽക്കണ്ട, ഓളുടെ നാവിന് ഇത്ര നീളാണ്. എന്താ അതിന്റെ അർത്ഥോ? നീ പോയാലും നിനക്ക് അവിടുന്ന് ഊരി വരാൻ പറ്റൂല. ചില സ്ഥലങ്ങളുണ്ട്, കടപ്പുറ ഏരിയ. ഇവിടെ കടപ്പുറ ഏരിയ ആണോ? അല്ല, എനിക്ക് തിരിച്ചു പോകാൻ പറ്റൂല, അതുകൊണ്ട്. ഇവിടെ കടലില്ലല്ലോ. അവിടെയൊക്കെ പോകുമ്പോ ചിലപ്പോ وكذلك يرفع ثوبها ترفع ثوبها ترفعن ثوبهن. ചിലടത്ത് പോകുമ്പോൾ സംസാരിക്കണ്ട, അവരിങ്ങനെ വസ്ത്രം അങ്ങോട്ട് പൊക്കല തന്നെ. നമ്മൾ അവരടുത്ത് സംസാരിക്കാൻ പിന്നെ പോലെ ഒരു ഫോട്ടോ എടുക്കും, അപ്പുറം അങ്ങ് വിടും. ഇത്രയേ ഉള്ളൂ. അതാണ് അവരുടെ സംസ്കാരം. അങ്ങനെയാണ് അവരുടെ ഓരോരുത്തരുടെ നാട്ടിലെ സംസ്കാരം. അങ്ങനെയാണ് അബീവേ, അങ്ങനെ ഉണ്ട്. നമ്മളിതെല്ലാം കണ്ടുപിടിക്കണം. അവിടെ നമ്മളിന് തങ്ങളെല്ലാം ഔലിയല്ല കുത്തുബുലക്ത പറഞ്ഞു വന്നാൽ അവർക്കൊരു പ്രശ്നമില്ല. അവിടെ നമ്മൾ സംസാരിക്കാനേ പറ്റൂല. ഇനി ഉസ്താദ് പോട്ട് മസലഹത്തിന് പറഞ്ഞ ഉസ്താദിനെ ആദ്യം ഫോട്ടോ എടുത്തു. അപ്പൊ അവിടെയൊക്കെ നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ പറയും, ഉസ്താദെ അങ്ങോട്ടേക്ക് നിങ്ങൾ പോകണ്ട, ഉസ്താദ് അങ്ങോട്ടേക്ക് പോകണ്ട. അതന്നെ ഖൈർ. ആ തുഹ്മത്തിന്റെ ഏരിയയിലോട്ട് നമ്മൾ പോകണം. അത് അവരുടെ സംസ്കാരം അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ചില ആളുകൾ ഭയങ്കരമായിട്ട് നാവിട്ട് സംസാരിക്കും. വാ തുറന്ന ഭയങ്കരമായ ശബ്ദത്തിൽ സംസാരിച്ചു. ഉടനെ ഉമർ റളിയല്ലാഹു തആല, ആരാ ഉമർ? മിത്തബയിൽ നിന്ന് ശൈത്താൻ വരുന്നുണ്ട്, ബാംബിലയിൽ നിന്ന്. ഉമർ എന്ന് പറഞ്ഞാൽ ശൈത്താൻ അതുവഴി കയറി BC റോഡ് വഴി കയറി നേരെ ദർലക്കട്ട വഴി അങ്ങനെ പമ്പയിൽ പോകും.
ഇങ്ങോട്ടേക്ക് വരൂല. അങ്ങനെയാണ് ഈ ശൈത്താൻ ഉമർ റളിയല്ലാഹുവിനെ ഭയക്കുന്നത്. ആ ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യ വറാജഅത്ത് ഇംറഅത്തു ഉമർ, ഉമറിന്റെ ഭാര്യ ഉമർ റളിയല്ലാഹുവിനോട് കയർത്ത് സംസാരിച്ചു. ഉമറ കേറി പിടിക്കാൻ പോയി. അതുറാജിഅനി യാ ലുകാ, ഏ മണ്ടിപ്പെണ്ണേ മന്ദബുദ്ധി, നീ എന്നോട് തർക്കിക്കുകയാണോ? തർക്കിക്കുന്നാടി നീ എന്ന് ചോദിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പിടിക്കാൻ വേണ്ടി പോയപ്പോ പെട്ടെന്ന് റൂട്ട് മാറ്റി ആതിഖ ബീവി പറഞ്ഞു, ഇന്ന അസ്വാജ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുറാജിഉനഹു വഹുവ ഖൈറും മിൻകാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാര് പരസ്പരം തർക്കിക്കാറുണ്ട്, നിങ്ങളെക്കാൾ എത്രയോ ശ്രേഷ്ഠമായവരാണ്. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത് മറ്റൊന്നുമല്ല, നബി തങ്ങളുടെ ഭാര്യമാര് തർക്കിക്കലല്ല എന്റെ വിഷയം. എന്റെ പൊന്നുമോള് ഹഫ്സ റളിയല്ലാഹു തആല അൻഹാ നബി തങ്ങളുടെ ഭാര്യയാണ്. അവൾ അല്ലാഹുവിന്റെ റസൂലിനോട് തർക്കിക്കുന്നുണ്ടോ? പെട്ടെന്ന് ഓടിപ്പോവുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ഹഫ്സ ബീവിയുടെ അരികിലേക്ക് പോയിട്ട് ഹഫ്സ ബീവിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ ലാ തഗ്തരി ബിബിനതി ഇബ്നു അബീ ഖുഹാഫ, അബൂ ഖുഹാഫയുടെ മകൻ അബൂബക്കറിന്റെ മകള്, മോളെ നിന്നെ വഞ്ചിതയാക്കാതിരിക്കട്ടെ. ഫഇന്നഹാ ഹിബ്ബു റസൂലില്ലാഹ്. ആയിഷ ബീവി വല്ലതും പറയുന്നത് കേട്ടിട്ട് എന്റെ മോളായ ഹഫ്സേ നീ നബി തങ്ങളോട് കയർത്ത് സംസാരിക്കരുത്. ആയിഷ ബീവി നബി തങ്ങളുടെ പ്രിയങ്കരിയാണ്. അതുകൊണ്ട് മോളെ ഹഫ്സ, നീ നബി തങ്ങളോട് തർക്കിച്ചിട്ടുണ്ടോ? എന്റെ ഉപ്പ ജീവിച്ചിരിക്കുന്ന കാലത്തോളം എന്നോട് മാത്രമേ നീ ചോദിക്കാവൂ, എന്താവശ്യം വന്നാലും ഹബീബായ തങ്ങളോട് നീ ചോദിക്കരുത്. അതുപോലും അദബ് കേടാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട ആതിഖ ബീവി പറഞ്ഞെന്താ, ഇന്ന അസ്വാജ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുറാജിഉനഹു വയഹ്ജുർനഹു യൗമൻ ഇലൽ ലൈൽ. കണ്ടോ, അവര് മിണ്ടാണ്ടിരുന്നിട്ടുണ്ട്, സംസാരിക്കാതിരുന്നിട്ടുണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ. നബി തങ്ങൾ അവിടുത്തെ ഭാര്യയോട് സംസാരിക്കാതെ മുണ്ടാണ്ടിരുന്നിട്ടുണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ. വൈകിട്ടാവുമ്പോ അങ്ങോട്ട് യോജിക്കും. അവിടുത്തെ പരിപാടി എന്ന് പറഞ്ഞതാണ് വൈകിട്ടാവുമ്പോ അങ്ങോട്ട് യോജിക്കും. വൈകിട്ട് നമ്മൾ പിന്നെ രണ്ട് ബെഡ് കിടക്കാൻ പറ്റൂല. ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ, നോമ്പ് പിടിക്കുന്നതും രാവിലെ മുതൽ വൈകിട്ട് വരെയല്ലേ, നമസ്കാരവും രാവിലെ മുതൽ വൈകിട്ട് വരെയല്ലേ, കച്ചവടവും രാവിലെ മുതൽ വൈകിട്ട് വരെയല്ലേ, സ്കൂളും രാവിലെ മുതൽ വൈകിട്ട് വരെയല്ലേ. അതുകൊണ്ട് നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ വേണം ഈ പിണക്കം. രാത്രി എന്ന് പറയുന്നത് നിസാഉകും ഹർസുൽ ലക്കും ഫഅതു ഹർസകും അന്നാ ശിഅ്തും ഹുന്ന ലിബാസുൽ ലക്കും വഅൻ സ്ത്രീകൾ നിങ്ങളുടെ വസ്ത്രമാണ്, സ്ത്രീകൾ നിങ്ങളുടെ വസ്ത്രമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹുന്ന ലിഹാഫുൽ ലക്കും വഅൻതും ലിഹാഫുൽ ലഹുന്ന. ഏ പുരുഷന്മാരെ, നിങ്ങൾ അവളുടെ ബ്ലാങ്കറ്റ് ആണ്. ഏ സ്ത്രീകളെ, നിങ്ങൾ പുരുഷന്മാരുടെ ബ്ലാങ്കറ്റ് ആണ്. ഈ ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് മുകളിലേക്ക് ഇടാനുള്ള സാധനമാണ്, മടക്കി അലമാരയിൽ വെക്കാനുള്ളതല്ല. അതുകൊണ്ട് നീ അവന്റെ മുകളില്, അവൾ നിന്റെ മുകളില്. അബൂ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ബ്ലാങ്കറ്റ് അതാണ്. മഹാനായ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹിയ ഫിറാഷുൻ ഇസാറുൻ ലിഹാഫുൻ. ഈ മൂന്നും കൂടെ അവളാണ്. ഫിറാഷ് വിരിപ്പ്, ഇസാർ ഇന്നർ, മൂന്ന് ലിഹാഫ് പുതപ്പ്. ഇത് മൂന്നുണ്ടെങ്കിലല്ലേ നമുക്ക് ഭാര്യയായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ചങ്കൂറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തി, അവന്റെ ഒരു എന്താ ഇത് കേൾക്കാനുള്ള, പരസ്യമായിട്ട് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറയാനുള്ള ഒരു, ഞങ്ങളുടെയൊക്കെ നാട്ടിലേക്ക് എന്ത് നടക്കുമോ സംഭവം. എന്നെ പിടിച്ച് അറസ്റ്റ് ആക്കും അപ്പോഴേ നാട്ടുകാര്. അൽഹംദുലില്ലാ. അപ്പൊ അത് പറയണമെന്ന് കേൾക്കണമെന്ന് ആഗ്രഹം വെക്കില്ല, നല്ല കാര്യം തന്നെയാണ്. അത് പറഞ്ഞു കൊടുക്കണം, നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പഠിക്കാനല്ലേ, കാരണം അത് നല്ലതാണ്. കാരണം ഇസ്ലാമികപരമായിട്ട് എങ്ങനെയാണ് ഒരു ഭാര്യയുമായി നമ്മൾ ബന്ധപ്പെടുന്നത് അറിയണത്. അതുകൊണ്ട് രഹസ്യമായിട്ടൊന്നും 10 പേരെ ഒരുമിച്ചിരുത്തിയിട്ടൊന്നും പറയാൻ പറ്റും. ഇത് തന്നെയാണ് നല്ലത്.
അവിടെ രഹസ്യമായിട്ട് പറയുമ്പോൾ പിന്നെ അവിടെ ശൈത്താൻ കയറി വരും. ഇതാകുമ്പോൾ പരസ്യമാകുമ്പോൾ പ്രശ്നമില്ല. പറഞ്ഞ അങ്ങനെ പോകും. മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും, മലയാളം അറിയാത്തവർക്ക് മനസ്സിലാവില്ല. മനസ്സിലായിട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായത് മനസ്സിലാവാതെ പോകും. മനസ്സിലായില്ലേ? അതാണ് അൽഹംദുലില്ലാഹ്. അപ്പൊ രാവിലെ മുതൽ വൈകിട്ട് വരെ അപ്പൊ നമ്മൾ മിണ്ടാണ്ടിരിക്കൽ ഇതിലെ ഒരു ഹീലത്താണ്. ഇതിന്റെയൊക്കെ ഒരു കുടുംബ ജീവിതത്തിന്റെ ഒരു ഹീലത്താണ് ഇതെല്ലാം. അങ്ങനെ മിണ്ടാണ്ടിരിക്കുക എന്നുള്ളത് അത് നല്ലതാണ് ഇടയ്ക്ക്. പക്ഷെ രാവിലെ നബിതങ്ങൾ ഭാര്യമാരുമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടായാൽ മിണ്ടാതിരിക്കും. രാത്രിയാകുമ്പോൾ മസ്ലഹത്തിലാകും. അതാണ് ഏറ്റവും നല്ലത്. മസ്ലഹത്താകണം. മസ്ലഹത്തായിട്ടേ കിടക്കാവൂ. സലാം പറഞ്ഞിട്ടേ കിടക്കാവൂ. എത്ര നാളായാലും നമ്മളങ്ങനെ മിണ്ടാണ്ടിരിക്കാൻ പാടില്ല. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ എങ്ങാനും മരിച്ചു പോയാൽ പൊരുത്തം ചോദിക്കാതെ മരിച്ചാൽ നരകത്തിലാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ ഭർത്താവിനെ എപ്പോഴും ഭാര്യ തൃപ്തിപ്പെടുത്തണം. ഭാര്യ എപ്പോഴും ഭർത്താവും തൃപ്തിപ്പെടുത്തണം. അതാണ് കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ. കുടുംബ ജീവിതം എന്ന് പറഞ്ഞാൽ, വൈവാഹിക ജീവിതം എന്ന് പറഞ്ഞാൽ, ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ, ശാരീരിക ബന്ധം എന്ന് പറഞ്ഞാൽ അത് ഇരു കൂട്ടരും ഒരുമിച്ച് കൊണ്ടുള്ള ആ ഒരു സംഭവമാണ്. അതാണ് അതിൻ്റെ ഒരു റഹ്മത്തും റാഹത്തും ബർക്കത്തും എന്ന് പറയുന്നത്. അത് ഒരു വൺ വേ അല്ല, അത് ടു വേ ആണ്. ചില സ്ഥലത്ത് വൺ വേ ആണ്, അവിടെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ചില സ്ഥലത്ത് വൺ വേ ആണ്. ഒന്നുകിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹമുണ്ടാകും, ഭർത്താവിന് സ്നേഹമില്ല. ഇല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയോട് സ്നേഹമുണ്ടാകും, ഭാര്യയ്ക്ക് ഭർത്താവിനോട് തിരിച്ച് സ്നേഹമുണ്ടാവുകയില്ല. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് പ്രശ്നം. കുടുംബ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം അതാണ്. ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവ് ഭാര്യ രണ്ടുപേർക്ക് സ്നേഹം ഉണ്ടാകണം ഒരേപോലെ. രണ്ടുപേർക്കും ഒരേപോലെ സ്നേഹം ഉണ്ടാകണം. അതാണ് വേണ്ടത്. അതിനെന്താണ് ചെയ്യേണ്ടത്? ഒരു വിവാഹം കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിന്റെ ആഗ്രഹം പോലെ ഇഷ്ടമുള്ള ഒരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ നീ പരിശ്രമിക്കണേ. അതാണ് ഏറ്റവും വലിയ കാര്യം. അലൈക്കും ബിൽ അബ്കാർ ഫഇന്നഹുന്ന അഅദബു അഫ്വാഹാ വഅൻ തഖ്വർഹാമാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യുവാക്കളെ, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾ ചെറുപ്പക്കാരികളെ, ബാല്യക്കാരികളെ നിങ്ങൾ തെരഞ്ഞെടുക്കണേ. അലൈക്കും ബിൽ അബ്കാർ ഫഇന്നഹുന്ന അഅദബു അഫ്വാഹാ, മധുര ഭാഷണികളാണ്. വഅൻ തഖ്വർഹാമാ, കൂടുതൽ ഗർഭം ധരിക്കുന്നവളാണ്. വഅർളാ ബിൽ യസീർ, അല്പം കൊണ്ട് തൃപ്തിപ്പെടുന്നവളാണ്. കൊച്ചുകുട്ടി ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ ഒരു പ്രാവശ്യം ജിമാ ചെയ്യൽ കൊണ്ട്, ശാരീരിക ബന്ധം കൊണ്ട് ചിലപ്പോൾ തൃപ്തിപ്പെടും. എന്നാൽ 35 വയസ്സിന് മുകളിലുള്ളവരെ കൊണ്ട് ഒന്നും പറ്റൂല. അത് സംഭവം 1, 2, 3 പ്രാവശ്യം കൊണ്ട്. കാരണം അപ്പോഴാണ് ഈ ശാരീരികമായ ബന്ധത്തിന്റെ ഒരു ഇളക്കം, ഒരു റാഹത്ത് എന്താന്നുള്ളത് അപ്പോഴാണ് മനസ്സിലാവുക. അത് ചെറുപ്പത്തിൽ മനസ്സിലാവൂല. അത് വയസ്സ് കൂടുമ്പോഴാണ് മനസ്സിലാവുക. അതുകൊണ്ടാണ് 33 വയസ്സ് സ്വർഗത്തില് ഭാര്യമാർക്ക്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല 100% ശഹവത്ത് ഈ ലോകത്തേക്ക് ഇറക്കി. 99% ശഹവത്തും അല്ലാഹു സ്ത്രീയിൽ ഒളിപ്പിച്ചു വെച്ചു. 1% ശഹവത്ത് വികാരം മാത്രമാണ് പുരുഷനിൽ അല്ലാഹു നിക്ഷേപിച്ചത്. ആ 99% ശഹവത്തും വികാരങ്ങളും അവൾക്ക് അല്ലാഹു ഹയാ എന്ന് പറയുന്ന ലജ്ജ കൊടുത്തുകൊണ്ട് അല്ലാഹു ഒതുക്കി വെച്ചു. ഈ ലജ്ജ എടുത്തു കളയുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളത്തിലാണ്. അന്ന് അവൾക്ക് ലജ്ജയുണ്ടാവൂല, അന്ന് വികാരം അവൾക്ക് കൂടും. അങ്ങനെയാണ് 50 പെണ്ണുങ്ങൾ ഒരാളെ ഓടിച്ചോടിച്ച് കൗങ്ങിന്റെ മോളിൽ കയറ്റുന്നത്. അവൻ പേടിച്ചിട്ട് കൗങ്ങിന്റെ മോളിൽ കയറിയിട്ട് പുറകിൽ നിന്ന് പെണ്ണുങ്ങൾ കാല് പിടിച്ച് താഴോട്ടിടും. അല്ല നമ്മൾ അതിന് മുമ്പ് ഈമാനോടെ ഭരിപ്പിക്കട്ടെ. അന്ന് എത്ര കവുങ്ങ് കിട്ടിയാലും ശരിയാവൂല. ഈ കവുങ്ങിന്റെ തോട്ടാതാ അതന്നെ റബ്ബറായി. കവുങ്ങാകുമ്പോ ഇതിൽ ചാടി അതിൽ കയറാം, അതിൽ നിന്ന് ചാടിയിട്ട് ഇതിൽ കയറാം. അങ്ങനെ 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 പെണ്ണുങ്ങ പിടിച്ചിടും. അത്ര അജാരെ പെണ്ണുങ്ങ ഇങ്ങനെ പിടിച്ചിടും. നമ്മളെ 40 പെണ്ണുങ്ങൾ 50 പെണ്ണുങ്ങൾ ഒരാൾക്ക്. ഇപ്പൊ 2-3 ലൈനിലില്ലേ? എപ്പോ വിളിച്ചാലും ബിസി 3-4 ഫോൺ വെച്ചിരിക്കാം. അപ്പോൾ അതിൽ വിളിക്കുന്നു, ഇതിൽ വിളിക്കും. ഞാൻ അവിടെ ഉണ്ട്, ഞാൻ ഇപ്പൊ വരാം, ഞാൻ ഭക്ഷണം കഴിക്കുന്നു, വണ്ടി ഓടിക്കുന്നു. 4 പേർക്ക് മറുപടിയായി. ഇല്ലെങ്കിൽ ഓള് ചോദിക്കും, ഓള് പ്രശ്നമാക്കും. നമ്പർ 1 നമ്പർ 2 ഇത് 2-3 അഡ്ജസ്റ്റ് ആക്കാൻ എത്ര പാട്. 50 ആവുമ്പോ എന്തായിരിക്കും? ഇവൻ എത്ര ജ്യൂസ് കുടിച്ചിട്ട് കാര്യമില്ല.
എത്ര പാല് കുടിച്ചിട്ടും കാര്യമില്ല, എത്ര വയാഗ്ര ഗുളി അടിച്ചിട്ടും കാര്യമില്ല. ഇത് ഖിയാമത്തിന്റെ അടയാളാണ്. നിന്നെ കൊണ്ട് ഒന്നും ആകാൻ പറ്റൂല. അല്ലാഹു തആല എന്നിട്ട് ഓടിക്കുകയാണ്, അങ്ങനെ മരത്തിന്റെ മുകളിൽ ചാടിക്കയറും. അതാണ് പെണ്ണുങ്ങൾക്ക് മരം കയറാൻ അറിയാത്തത്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നാ നിന്റെ കൂട്ടത്തിൽ കയറുവോളൂ. പറന്തൊക്കെ ഊരിട്ട് കയറുമ്പോ ലേറ്റാവൂലേ, അപ്പൊ അടുത്ത മരത്തിൽ കയറും. ഖിയാമത്ത് നാളിന്റെ അടയാളം. അത് ഫിത്നയുടെ കാലം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുവരേക്കും കൊണ്ടുപോകാതെ അതിനു മുമ്പ് ഈമാനോടെ ഭരിപ്പിക്കട്ടെ. അത് വലിയ പ്രശ്നമാണ്. അന്ന് ശഹ്വത്ത് ഇളകും മൊത്തത്തില്. ഈ 99 ഇളകും. അല്ലാഹു അക്ബർ. ഒന്നിളകിട്ട് ഇപ്പൊ ഇങ്ങനെ 99 ഇളകാനുള്ള അവസ്ഥ എന്താ? ശരിയല്ലേ? ഇപ്പൊ തന്നെ എന്താ അവസ്ഥ? വളരെ വിഷമല്ലേ? ഈ തിന്നിട്ട് കോഴി തിന്ന് ആകെ ഹാലിളകിയാൻ വാട്സപ്പ് ഇത് കണ്ടിട്ട് ആകെ മൊത്തത്തിൽ ഹാലിളകിയിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ദുബായിൽ നിന്ന് ചങ്ങാതി വന്ന് ഒരു 2 മാസമൊക്കെ നിന്നിട്ട് പോയിട്ട് ഉപ്പ് നോക്കിയിട്ട് അച്ചാർ നിന്നിട്ട് പോകുന്ന പോലെ പോയി എന്താവാനോ ഒന്നാവൂല. അവിടെ പ്രശ്നമാണ്. ഇവിടെയാണ് കുടുംബ പ്രശ്നം. ഇതുകൊണ്ട് ഭാര്യയും ഭർത്താവും ശാരീരികമായ ബന്ധത്തിൽ ശ്രദ്ധിക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. പറഞ്ഞു തരാം. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്തിനാണ് വിവാഹ ജീവിതം എന്ന് പറയുമോ? എന്തിനാണ് വിവാഹ ജീവിതം? മുഹ്സനാത്തിൻ ഗൈറ മുസാഫിഹാത്തിൻ വലാ മുത്തഖിദാത്തി അഖ്ദാൻ മുഹ്സിനീന ഗൈറ മുസാഫിഹീൻ വലാ മുത്തഖിദീ അഖ്ദാൻ. വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് പുരുഷന്മാരെ, ഹറാമായ ബന്ധങ്ങളെല്ലാം നിങ്ങൾ വിച്ഛേദിക്കണേ. വൈവാഹിക ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ സ്ത്രീകളെ, ഹറാമായ കാമുകന്മാരുമായുള്ള ബന്ധങ്ങൾ അവസാനിപ്പിച്ച് തൗബ ചെയ്യണേ. എങ്കിൽ മാത്രമേ നിങ്ങളുടെ വൈവാഹിക ജീവിതം സന്തോഷകരമാകൂ. പരിശുദ്ധമായ ഖുർആൻ കണ്ടോ? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഈ കാമുകന്മാരായിട്ടുള്ള ലൈനടി അതൊക്കെ കട്ട് ചെയ്തേക്കണം. ഖുർആൻ പറഞ്ഞ എന്നിട്ട് കുടുംബ ജീവിതത്തിൽ കടക്കാവും. അല്ലാതെ അവളെയും വെച്ചിട്ട് അവളെ പെൻഡിങ്ങിൽ സ്റ്റെപ്പിനിയാക്കി വെച്ചിട്ട് ഇവളുടെ ദാമ്പത്യ ജീവിതത്തിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. കാരണം അതാണ് നമ്പർ 1 ടേസ്റ്റ്. ഇവൻ 2 ദിവസം കഴിഞ്ഞിട്ട് പറയും, മംഗലാപുരത്ത് എനിക്കൊരു പരിപാടി ഉണ്ട്, ഞാൻ പോവാണ്. ബാംഗ്ലൂർ ഒരു പരിപാടി ഉണ്ട്, ഞാൻ പോവാണ്. പോയിട്ട് അടുത്ത ആഴ്ച വരുമ്പോ കാണാം. ഏതാ ബാംഗ്ലൂർ മംഗലാപുരം? ഓള്. കാരണം ഇതിന് ടേസ്റ്റ് ഇല്ല, അതിലേക്കാണ് ടേസ്റ്റ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ നിങ്ങൾ ഒഴിവാക്കി തൗബ ചെയ്ത് പശ്ചാത്തപിച്ചിട്ട് നിങ്ങൾ വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കണേ. കാരണം ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ലൈംഗികമായ അരാജകത്വത്തിൽ നിന്ന് സംശുദ്ധമായ ലൈംഗിക ജീവിതത്തിലേക്കുള്ള പ്രവേശന കവാടമാണ്. സ്വാലിഹീങ്ങളായ സന്താനങ്ങൾക്കുള്ള വിളനിലമാണ്. കുടുംബ ജീവിതത്തിന്റെ എല്ലാ പൈതൃകങ്ങളും എല്ലാ ചൈതന്യങ്ങളുടെയും ഉറവിടമാണ്. അതുകൊണ്ട് വൈവാഹിക ജീവിതത്തിൽ കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് എല്ലാ ഹറാമായ ബന്ധങ്ങളും നിങ്ങൾ ഒഴിവാക്കണേ. അതുകൊണ്ട് വിവാഹം എന്തിനാണ്? ഒന്ന്, കസ്റു ശഹ്വതിഹി, തന്റെ വിചാരങ്ങൾ ഒടിച്ചു കളയാൻ, അടക്കിക്കളയാനാണ് വിവാഹ ജീവിതം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതിനാണ് പ്രവാചകന്മാരെല്ലാം വിവാഹം കഴിച്ചത്. ഇന്ന യഹ്യ അലൈഹിസ്സലാം ഖദ് തസവ്വജ വലം യുജാമിഅ. വിവാഹം എന്ന് പറയുന്നത് സുന്നത്തായ കർമ്മമാണ്. വിവാഹം എന്ന് പറയുന്നത് സുന്നത്തായ കർമ്മമാണ്. 4 കാര്യം മിൻ സുനനിൽ മുർസലീൻ, പ്രവാചകന്മാരുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ് 4 കാര്യം. അതിലൊന്ന് അന്നിക്കാഹ്, വിവാഹം. എല്ലാ പ്രവാചകന്മാരും വിവാഹം കഴിച്ചിട്ടുണ്ട്. വിവാഹം കഴിക്കാത്തവരുമുണ്ട്. ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഭൂമിയിൽ വന്നിട്ട് വിവാഹം കഴിക്കുമെന്നാണ് ഉലമാക്കൾ പറയുന്നത്. യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിവാഹം കഴിച്ചു. പക്ഷേ വലം യുജാമിഅ, ശാരീരികമായി ബന്ധപ്പെട്ടിട്ടില്ല. വഖീല, എന്തേ അതിന് കാരണമെന്ന് പറഞ്ഞത്? ഇന്നമാൽ നൈലിൽ ഫളലി, എന്തിനാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്? നൈലിൽ ഫളലി വഇഖാമത്തി സുന്ന വഖല്ലിൽ ബസരി. താനൊരു വിവാഹം കഴിക്കുന്നതിലൂടെ തന്റെ ഗുഹ്യാവയവങ്ങളെയും തന്റെ കണ്ണുകളെയും സൂക്ഷിക്കാൻ കഴിയും. സുന്നത്ത് നിലനിർത്തിയതായി കഴിയും. അള്ളാന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ ലഭിക്കും. അതിനാണ് വിവാഹം കഴിച്ചത്. ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിന് പ്ലേഗ് രോഗം പിടിപെട്ടു. അദ്ദേഹത്തിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. ആ 2 ഭാര്യയും മരണപ്പെട്ടു പോയി.
അദ്ദേഹവും വഹുവ മത്ഊനൻ അയ്ളാ, അദ്ദേഹവും പ്ലേഗ് രോഗം പിടിപെട്ട് കിടക്കുകയാണ്. ആ കിടക്കയിൽ കിടന്ന് ആശുപത്രി ബെഡിൽ കിടന്നിട്ട് അദ്ദേഹം പറയുകയാണ്, സൗവിജൂനി സൗവിജൂനി ഇന്നി അക്റഹു അൻ അൽഖല്ലാഹ അസീബാ, എന്നെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കണേ കഴിപ്പിക്കണേ, ഞാൻ ഈ അവസ്ഥയിലെങ്ങാനും മരിച്ചു പോയാൽ ഞാൻ അവിവാഹിതനായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് വിവാഹം കഴിപ്പിക്കണേ. കണ്ടോ കണ്ടോ വിവാഹം കഴിക്കണം, അതങ്ങനെ നമ്മൾ കല്യാണം കഴിച്ചവരായിട്ട് സ്വർഗ്ഗത്തിൽ പോകണം. എന്റെ ഭാര്യ മരിച്ചു, എന്നാലും നിലവിൽ എനിക്ക് ഭാര്യ ഉള്ളതായിട്ട് എനിക്ക് അള്ളാഹെ കാണാൻ പോകണം, അതുകൊണ്ടാണ് എനിക്ക് വിവാഹം കഴിച്ചേരാൻ പറഞ്ഞത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലൗലം യബ്ഖ ഫീ ഹയാതി ഇല്ലാ 10 അയ്യാം, എന്റെ ജീവിതത്തിൽ ഭാര്യയില്ലാതെ 10 ദിവസമേ എനിക്ക് ബാക്കിയുള്ളൂ എങ്കിലും ഞാൻ ആ 10 ദിവസത്തിന് വേണ്ടി വിവാഹം കഴിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. 10 ദിവസം എനിക്ക് ബാക്കിയുള്ളൂ എങ്കിലും ഞാൻ ആ 10 ദിവസവും ഞാൻ വിവാഹം കഴിച്ച് ജീവിക്കും. കാരണം എന്താണ്? ഇന്നി അക്റഹു അൻ അൽഖല്ലാഹ അസിബാ, അല്ലാഹുവിന്റെ അടുക്കൽ ബാച്ചിലറായിട്ട് ഞാൻ പോയി കണ്ടുമുട്ടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് വൈവാഹിക ജീവിതം, കുടുംബ ജീവിതം, വിവാഹ ജീവിതം, വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് തന്റെ വിചാരങ്ങളെ അടക്കാനാണ്. ഒരാളുടെ നമസ്കാരമാകട്ടെ, ഇബാദത്തുകളാകട്ടെ, ഹജ്ജാകട്ടെ, ഉംറയാകട്ടെ, സിയാറത്താകട്ടെ, നോമ്പാകട്ടെ, തറാവീഹ് നമസ്കാരമാകട്ടെ, അത് ശരിയായ തോതിൽ പൂർത്തിയാകണമോ നീ വിവാഹം കഴിച്ചിരിക്കണം. അങ്ങനെ വിവാഹം കഴിച്ച് ആ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ട് വേണം നീ നമസ്കരിക്കാൻ പള്ളികളിലേക്ക് വരേണ്ടത്. എങ്കിൽ മാത്രമേ നിന്റെ മനസ്സിൽ അല്ലാഹുമായുള്ള കോൺസെൻട്രേഷൻ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് സ്വഹാബാക്കൾ തറാവീഹ് നമസ്കരിക്കാൻ പള്ളിയിൽ വരുന്നതിന് മുമ്പ് ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടാണ് അവർ പള്ളിയിലേക്ക് വരിക. നാട്ടി പെണ്ണുങ്ങളെ പോയി മകരി കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് സംഭവിക്കുക. കഞ്ഞിപാത്രം കഴിയിട്ടില്ല, സമോസ പാത്രം കഴിയിട്ടില്ല, പത്തിലുണ്ടാക്കിയ പാത്രം കഴിയിട്ടില്ല, വറുവലുണ്ടാക്കി കഴിയില്ല, നിങ്ങൾക്ക് ഇപ്പൊ ജിമാക്കണം പോ മനുഷ്യ പള്ളിയിൽ ഓടിച്ചോടും. പള്ളി പോയിട്ട് അല്ലാഹു അക്ബർ എന്ന് കൈ കെട്ടിയിട്ട് ഇത് തന്നെ ചിന്ത. അദ്ദേഹം അലത്തർ കൈവേ ഓതി ലീലാബി ഖുറൈശി ഓതി, ഇയാൾ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. സംഭവം എന്റെ സംഭവം അവിടെ 10 വിട്ട് എന്നെ ഓടിച്ചു വിട്ട് ഞാൻ ഒരു ജിമാ ചെയ്തിട്ട് ആദ്യത്തായിട്ട് 20 റക്അത്ത് സ്വസ്ഥമായിട്ട് നിസ്കരിക്കാമല്ലോ. ഭാര്യയുമായി ബന്ധപ്പെട്ട് നിസ്കരിക്കാൻ വന്നാല് ചിന്ത വേറെ ഉണ്ടാവൂല. ഇത് നമ്മൾ അസർ നിസ്കരിക്കാൻ വേണ്ടി വരുമ്പോ ആ ബസ്സിൽ 2 പൈങ്കിളിയെ കണ്ടു, ആ സ്റ്റോപ്പിൽ 2 പൈങ്കിളിയെ കണ്ടു, ആ കടയിൽ ഇരിക്കുന്ന 2 പൈങ്കിളിയെ കണ്ടു. ഇതെല്ലാം കണ്ടിട്ട് അല്ലാഹു അക്ബർ കൈ കെട്ടുമ്പോ ബസ്സിൽ ഇരിക്കുന്നവൾ ഇങ്ങനെ ആടുന്ന ആ രംഗം, മിനിസ്കർട്ട് ഇട്ടിരിക്കുന്ന ആ രംഗം, റുക്കൂല് പോകുമ്പോ ഓൾ ഇങ്ങനെ ഒളിഞ്ഞു നിൽക്കുന്ന രംഗം, ഇതെല്ലാം കണ്ടിട്ട് ആകെ നിസ്കാരം. ഇതിനാണ് വിവാഹം കഴിച്ച് ശാരീരികമായി ബന്ധം പുലർത്തിയിട്ടാണ് നമസ്കരിക്കാൻ വരുന്നതെങ്കിൽ ആ ചിന്ത മനസ്സിൽ നിന്ന് മാറിക്കിട്ടും. നമ്മുടെ മനിയ്, നമ്മുടെ ശുക്ലം, നമ്മുടെ ബീജം നമ്മിൽ നിന്ന് മാറിപ്പോയാൽ ആ അനാവശ്യമായ ബന്ധവും ചിന്തയും നമ്മളിൽ നിന്ന് മാറിപ്പോകും. അതിനാണ് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലാ യത്തിമു നുസുകുൻ നാസികി ഹത്താ യതസവ്വജ, ഒരാളുടെ ഇബാദത്തുകൾ പൂർത്തിയാവുകയില്ല അദ്ദേഹം വിവാഹം കഴിച്ചിട്ടല്ലാതെ. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ 2 മക്കള് വിവാഹ പ്രായമെത്തിയപ്പോൾ അദ്ദേഹം ആ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ ഇൻ അറത്തുമുൻ നിക്കാഹ അൻകഹതുകും, നിങ്ങൾ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ? ഉപ്പ നിങ്ങൾക്ക് വിവാഹം കഴിപ്പിച്ചു തരാം. കാരണം ഇന്ന മൻ സനാ നസഅല്ലാഹു മിൻ ഖുലൂബിഹിമുൽ ഈമാൻ, നിങ്ങൾ വ്യഭിചരിച്ചു പോയാൽ നിങ്ങളുടെ ഖൽബിൽ നിന്ന് അല്ലാഹു ഈമാൻ പറിച്ചെടുക്കുമത്രേ. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ. ആരാ പറഞ്ഞത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പൊ വിവാഹം എന്ന് പറയുന്നത് ശഹ്വത്ത്, നമ്മുടെ വികാരം അടയ്ക്കാനും ഉടയ്ക്കാനും പൊടിച്ചു വിടാനും ഒടിച്ചു കളയാനുള്ളതാണ്. അതാണ് വിവാഹം. അത് മൃഗങ്ങളെ പോലെ ആകരുത്. അതിന് നല്ല പെണ്ണിനെ വേണം. കാണാൻ സൗന്ദര്യം അല്ല അവിടെ വിഷയം. ഇത് കേട്ടോ 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 ചുമ്മാ പെണ്ണിനെ കെട്ടിട്ട് കാര്യമില്ല. റോസാപ്പൂ പോലെ ഇരിക്കുന്ന സാധന, പക്ഷെ ഒരു വായുതയില്ല. പെരുമാറി ഉണക്ക ചീനി പോലെ.
റോസാപ്പൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, റോസാപ്പൂ വാടിയിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇയ്യാകും വഖളറാഅദ്ദിമൻ ഖാലു യാ റസൂലല്ലാഹ് വമാ ഖളറാഉദ്ദിമൻ. കുപ്പയിലെ റോസാ പുഷ്പം നിങ്ങൾ സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചു വമാ ഖളറാഉദ്ദിമൻ യാ റസൂലല്ലാഹ്, കുപ്പയിലെ റോസാ പുഷ്പം എന്ന് പറഞ്ഞാൽ എന്താണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അൽ മർഅത്തുൽ ഹസനാ ഫിൽ മൻബിതി സൂ, മോശമായ ചുറ്റുപാടിൽ ജീവിക്കുന്ന സുന്ദരിയായ പെണ്ണാണ്. പെണ്ണ് സൂപ്പർ, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അടിപൊളി ചുംബിച്ച നമ്മുടെ ചുണ്ട് പോലും ചോന്നു പോലും. അതിനനുസരിച്ച് പന്നിക്കാട്ടം തേച്ച് വെച്ചിട്ടുണ്ട്, കാണാൻ നല്ല രസം, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എന്തില്ല, ഒരു ഭർത്താവിനോടുള്ള ഹക്ക് എന്തെന്നറിയില്ല. അവിടെയാണ് വിഷയം. സുന്ദരി നമ്മളൊക്കെ ഇന്ന് കൂടുതൽ നോക്കുന്ന സൗന്ദര്യമാണ്. സൗന്ദര്യം മാത്രമല്ല, സൗന്ദര്യം നോക്കണം, ഒരു ഘടകമാണ്. സൗന്ദര്യം മാത്രമല്ല ഒരു പെണ്ണിനെ സെലക്ട് ചെയ്യുമ്പോൾ സൗന്ദര്യം മാത്രമല്ല. നമ്മളൊരു ചെറുപ്പക്കാരി പെണ്ണിനെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് അതിന്റെ പിന്നിലുള്ളത്? നമ്മളെ കഴിവനുസരിച്ച് അവളുമായുള്ള ശാരീരിക ബന്ധം ഒന്നുകൊണ്ടോ രണ്ടുകൊണ്ടോ മതിയാവും. അവള് ഗർഭം ചുമക്കും, കൂടുതൽ പ്രസവിക്കാൻ അവൾക്ക് കഴിവുണ്ടാകും. എന്നാൽ ഒരു വിധവയായ പെണ്ണാണ്, വയസ്സു കൂടിയ പെണ്ണാണെങ്കിൽ ഒന്നുകൊണ്ടോ രണ്ടുകൊണ്ടോ ഒരുപക്ഷെ അവൾക്ക് മതിയാവുകയില്ല. ചെറിയ പ്രശ്നങ്ങളുണ്ട്, അതെങ്ങനെ രഹസ്യമായിട്ട് പറയേണ്ട വിഷയങ്ങളാണ്. അതിന്റെ കാരണങ്ങളെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ചെയ്യാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്താണ് അപ്പോൾ ബന്ധം എന്ന് പറഞ്ഞാൽ ശാരീരികമായ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പെണ്ണിനെ കിട്ടാൻ കല്യാണം കഴിക്കണം. ഒരു ഭാര്യയും ഭർത്താവും ഏറ്റവും വലിയൊരു കല്യാണ വൈവാഹിക ജീവിതത്തിൽ ഏറ്റവും നമ്പർ 1 പോയിന്റ് അതാണ്. നമ്മൾ അവരുമായിട്ടുള്ള ആ ഒരു ബന്ധമാണ്. അതെങ്ങനെയാകണം എന്നുള്ളതാണ് ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തന്നത്. ഒരു ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം എല്ലാമാണ്. ഇസ്ലാം അനുവദിച്ച എല്ലാ വഴികളും അവളിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം. അതങ്ങനെയാണ് അതിന്റെ നിയമം അങ്ങനെയാണ്. ഇസ്ലാം അനുവദിച്ച വഴികൾ നമുക്ക് സ്വീകരിക്കാം, ഇസ്ലാം അനുവദിക്കാത്ത വഴികൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഭാര്യ ആയതുകൊണ്ട് എന്തുമാകാം എങ്ങനെയുമാകാം എന്നല്ല. ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ ഇരുകൂട്ടരും തൃപ്തിപ്പെട്ട് ആ കിടപ്പറയിൽ നിന്ന് മാറലാണ്. ഇരുകൂട്ടരും തൃപ്തിപ്പെടലാണ്, രണ്ടുപേരും തൃപ്തിപ്പെടലാണ്. അവിടെയാണ് ഒരു കുടുംബ ജീവിതം. لا يؤمن أحدكم حتى يحب لأخيه ما يحب لنفسه من الخير. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭർത്താക്കന്മാരെ നിങ്ങളോട് പറയുന്ന കാര്യമാണ്, ഭാര്യമാരെ നിങ്ങളോടും പറയുന്ന കാര്യമാണ്. നബി തങ്ങൾ പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ശാരീരിക ബന്ധത്തെ കുറിച്ചാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്. ഒരു പുരുഷനെ അപേക്ഷിച്ചിടത്തോളം വളരെ വേഗത്തിൽ അദ്ദേഹത്തിന് സ്ഖലനമുണ്ടാകാം, ശീഘ്രസ്ഖലനമുണ്ടാകാം. പിന്നീട് അവന്റെ നടുവൊടിഞ്ഞതുപോലെയാണ്, പിന്നീട് അവനെ കൊണ്ടൊന്നും സാധ്യമല്ല. എന്നാൽ ഒരു ഭാര്യയെ അപേക്ഷിച്ചിടത്തോളം, ഒരു പെണ്ണിനെ അപേക്ഷിച്ചിടത്തോളം വളരെ വേഗത്തിൽ സ്ഖലിക്കുകയില്ല. കുറെ താമസിച്ച് അവൾക്ക് സ്ഖലനമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ ഭർത്താക്കന്മാരെ നിങ്ങളോട് പറഞ്ഞത് ലാ യഖഉ അഹദുകും കമാ തഖഉൽ ബഹീമാ. മൃഗങ്ങൾ വീഴ്ച ചെയ്യുന്നത് പോലെ നിങ്ങളാരും നിങ്ങളുടെ ഭാര്യമാരോട് വീഴ്ച ചെയ്യരുത് എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പെട്ടെന്നങ്ങോട്ട് ചാടിക്കേറലാണ്, അതിന്റെ പണി അത് തന്നെയാണ്. ഇതേപോലെ പുരുഷന്മാര് ഒരു ഭാര്യയുടെ നേരെ പെട്ടെന്ന് പോയി ചാടിക്കയറരുത്. വബൈനഹുമാ റസൂലുൻ, അവർക്കിടയിൽ ഒരു ദൂതനെ അയക്കണേ. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ് എന്താണ് റസൂൽ എന്ന് പറഞ്ഞാൽ ഹബീബായ തങ്ങൾ മറുപടി അവിടെയും പറഞ്ഞു കൊടുത്തു അൽ ഖുബ്ലത്തു വൽ കലാം. ഒരു ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്തുന്നതിന് മുമ്പ് ഭർത്താക്കന്മാരെ അവളുമായി മണിയറയിലിരുന്നിട്ട്, അവളുമായി കട്ടിലിൽ ഇരുന്നിട്ട് തന്റെ ശരീരത്തോട് അവളെ ചേർത്ത് പിടിച്ച് തന്റെ മാറിലേക്ക് ചാരിക്കിടത്തിയിട്ട് അവളുടെ നെഞ്ചിലേക്ക് കൈയെടുത്ത് വെച്ചുകൊണ്ട് അവൾക്കൊരു ചുംബനം നൽകുകയും അവളോട് ഇക്കിളിപ്പെടുത്തുന്ന വർത്തമാനങ്ങളെ പറയുകയും ചെയ്യണേ. അതാണ് തുടക്കം, നമ്പർ 1. അതല്ലാത്തതെല്ലാം മൃഗങ്ങളുടെ പരിപാടിയാണ്. അവിടെ താഴെ 2 പട്ടി നിൽക്കുന്നു, അതിപ്പോ ഇതേപോലെ സംസാരിക്കും ഒന്ന് പറഞ്ഞിട്ടാ തുടങ്ങുക. ആടുമാടുകളെ കണ്ടിട്ടില്ലേ? അത് ചുമ്മാ ഇങ്ങനെ ആടുകൾ അതതിന്റെ പാട്ടിൽ ചാടിക്കോളും.
മൃഗങ്ങൾ അങ്ങനെയാണ്. മൃഗങ്ങൾ ലാ തഖഉ കമാ തഖഉൽ ബഹീമ, നബി തങ്ങൾ പറഞ്ഞ ഹദീസാണ്. മൃഗങ്ങൾ ചാടി കയറുന്നത് പോലെ നിങ്ങളുടെ ഭാര്യമാരുടെ മേൽ ചാടി കയറരുത്. ഇനി അങ്ങനെ ആരെങ്കിലും വന്നാ ഓള് അടിക്കും. അവിടെ സമ്മതിക്കരുത്. സമയമായിട്ട് ബസ് കയറാൻ സമയമായി. അപ്പൊ ബസ് കയറുമ്പോ കുളിക്കാതെ അങ്ങനെ ബസ് കയറിയാ പോകുന്ന വഴിക്ക് അങ്ങാണ് ജിമാ ചെയ്തിട്ട് ജനാപത്തുകാരനായിട്ട് പഠിച്ചു പോയാൽ ആദ്യം തന്നെ ജനാപത്ത് വിളിപ്പിക്കേണ്ടത് എന്നെ കിടങ്ങ്. അല്ലാതെ പിന്നെ യുദ്ധത്തിനും അള്ളാന്റെ മാർഗത്തിൽ ഹള്ളല റളിയല്ലാഹുവിനോട് ചെയ്തായതൊന്നും അല്ലല്ലോ നീ. ഹള്ളല റളിയല്ലാഹുവിനോട് ചെയ്തായതാ എങ്ങനെ ഓടുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മളെ ഭാര്യമാരെ കണ്ട് കുടുംബത്തിൽ റാഹത്തിലെ ചെറുപ്പക്കാരെ ബാല്യക്കാരെ ഇപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ചെറുപ്പക്കാരാണ്. ഞങ്ങളെ പോലെ 10-20 വർഷമെല്ലാം കഴിഞ്ഞാൽ എന്ത് സംസാരിക്കാൻ ഉള്ള എല്ലാ 20 ദിവസം കഴിഞ്ഞ് സംസാരിച്ചെല്ലാം ഡിലീറ്റ് ആയിപ്പോയി. ഇനിയിപ്പോ എന്ത് സംസാരിക്കാൻ ഇനിയിപ്പോ ഒന്നേന്ന് പറഞ്ഞെടുക്കാൻ പറ്റുമോ? പൊന്നെ ചക്കരെ തങ്കോ പ്ലീസ് ഐ ലവ് യു എന്നൊക്കെ എങ്ങനെ പറയാ കളവിയെ നോക്കിയിട്ട് അത് പറയണോ? എന്നാ പോ ഹദീസ്. എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ, അതിൻ്റെതായ ഒരു രസം. ഈ അടുത്ത സമയത്ത് പത്രത്തിൽ കണ്ടില്ലേ, 78 വയസ്സുകാരിയായ ഒരു കിളവിയെ 28 വയസ്സുകാരൻ കല്യാണം കഴിച്ചു. എന്തോ ചെയ്യുമെന്ന് പോലും അറിയില്ല സംഭവം. ആ ബാബെല്ലാം അടച്ചു കാണും, അത് ശുദ്ധത്തില്ല. എന്ത് എങ്ങനെ വായിച്ചിട്ടില്ല? ഇതെല്ലാം ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചതാ? ആ കണ്ട ഉസ്താദ് വായിച്ചു, സാക്ഷി ഒരാളുണ്ട്. എന്താ യൂട്യൂബിലുണ്ട്. അള്ളാഹു, ഇതെന്താ ഈ സംഭവം? ഇതിന്റെ പിന്നിൽ നമുക്കറിയില്ല. ഇതിന്റെ പിന്നിലൊക്കെ വേറെ ചില രഹസ്യങ്ങളുണ്ട്, അത് നമുക്കിപ്പോ പറയാൻ പറ്റും. അപ്പൊ എല്ലാ സംഭവം ഉള്ളതാ, എല്ലാ സംഭവം ഉണ്ട്, ഇതൊക്കെ ഉണ്ട് ഹബീബേ. അള്ളാഹുവേ പഠിച്ച ലോകം എന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ ലോകം? അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സംസാരിക്കണം, ഓളെടുത്ത് സംസാരിക്കണം. അതിനെന്താക്കണോ? കട അടച്ചിട്ട് വരുമ്പോ ഹസീന എന്ത് വേണോ, ഐസ്ക്രീം വേണോ, എന്താക്ക ആവശ്യം? കുട്ടികളെല്ലാം ഉറങ്ങിന, നീ കുട്ടികളൊക്കെ നേരത്തെ ഉറക്ക്, എന്റെ പണി അതാ. ഇത് ഭർത്താവ് കട അടച്ചിട്ട് 11:45 പോയാലും കുട്ടികളുമായിട്ട് ഓള് കളിച്ചോണ്ടിരിക്കും. പിന്നെ ഇവരുടെ പരിപാടി എപ്പോഴാണ് നടക്കുക? ഓനാണെങ്കിൽ ക്ഷീണിച്ച് പൈസ കിട്ടാതെ ഭയങ്കര വിഷമിച്ച് വരികയാണ്. കടയടച്ചിട്ട് ക്ഷീണിച്ച് വിഷമിച്ചിട്ട് ഒന്ന് കുളിച്ച് റാഹത്തായിട്ട് ഭാര്യയായിട്ടൊന്ന് കിടക്കുമ്പോൾ പൈസ കിട്ടാത്ത എല്ലാം അപ്പോഴേ മറന്നു പോകും, നമുക്ക് റാഹത്താവും. പക്ഷെ ഓള് കുട്ടികളായിട്ട് കളിച്ചിരിക്കല്ലേ, ഉറങ്ങിയിട്ടില്ല, കുട്ടികൾ ഉറങ്ങിയിട്ടില്ല. കുട്ടികൾ ഉപ്പാന്റെ ഒക്കത്തുനിന്ന് മാറൂല്ല. ഇന്നത്തെ പണി പോയില്ലേ, ഒരു ദിവസം പോയാൽ എത്ര നഷ്ടമെന്നറിയോ? അത് ഭയങ്കര നഷ്ടം. അത് ഒരു ദിവസം പോയാൽ നാളെ എങ്ങനെ നോക്കായി നമ്മളെന്താവും? പിന്നെ 10 ദിവസം നോക്കിയിരിക്കണ്ടേ? ഭയങ്കര പ്രശ്നമാണിത്. അപ്പൊ അതെന്താണോ, ഒരു ഭർത്താവിന്റെ, ഒരു ഭാര്യയുടെ കടമയാണ് ഒരു ഭർത്താവ് വരുന്നതിന് മുമ്പേ. ഭർത്താവ് വരുന്നതിന് മുമ്പ് ഒന്നും ഉണ്ടരുത്. ഞാൻ പച്ചയ്ക്ക് പറയാം, നിങ്ങൾ എന്നെ പറയാൻ നിങ്ങൾ എന്നെ പറഞ്ഞത് അല്ലേ? ഒരു ഭർത്താവ് പുറക്ക് വരുന്നതിന് മുമ്പ് ഭാര്യ എന്താക്കണം? റൂമെല്ലാം അടിച്ച് വൃത്തിയാക്കി റാഹത്താക്കി ബെഡൊക്കെ വിരിച്ച് കുട്ടികളൊക്കെ നേരത്തെ അതാണ് യഥാർത്ഥ ഭാര്യയുടെ അടയാളം. ഗൾഫിൽ നിന്ന് വരുമ്പോ അങ്ങനെയല്ലേ, കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന സമയം നോക്കട്ടെ എയർപോർട്ടിൽ ഇറങ്ങുള്ളൂ. ആ ഫസ്റ്റ് ട്രിപ്പിൽ വന്നിട്ട് അതിലിങ്ങനെ പണി പറ്റൂല, പിന്നെ കാര്യങ്ങൾ നടക്കൂല, റാഹത്താവൂല. ആ ട്രിപ്പിൽ വരണം, ആദ്യത്തെ ട്രിപ്പ്. ആ സമയത്ത് കുട്ടികളുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല, എല്ലാം സ്കൂളിൽ പോയ സമയത്താണ്. ആ 10 മണിക്ക് നോക്കാം മംഗലാപുരത്തേക്ക് എയർപോർട്ടിൽ ഇറങ്ങി ഇവിടേക്ക് വരുമ്പോൾ 11 മണി, ആരുണ്ടാവും നല്ല റാഹത്തായ സമയത്ത്. 3 ജിമാ കഴിയുമ്പോഴേക്കായിരിക്കും സ്കൂൾ വിടുക. പിന്നെ സമാധാനം, പിന്നെ കുട്ടികളുമായിട്ട് റാഹത്തായിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഭാര്യമാരും ഭർത്താക്കന്മാർക്കുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. കടയിൽ നിന്ന് വരുമ്പോ, യാത്ര കഴിഞ്ഞ് വരുമ്പോ, ഈ ഭർത്താക്കന്മാർ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒരുമാതിരി വിശപ്പോട് കൂടി അങ്ങോട്ട് പോകുകയും ചെയ്യരുത്. ഇത് ചുമ്മാ നാറ്റം അടിച്ച വാടെ ആ കടയിൽ നിന്നിട്ട് അവിടെ നിന്നിട്ട് ജംഗ്ഷനിൽ എന്താക്കണം? ചില പെണ്ണുങ്ങൾക്ക് പിടിക്കൂല, നിങ്ങളുടെ ശരീരത്തിൽ സ്മെല്ല് പിടിക്കൂല. അതുകൊണ്ട് നബി തങ്ങൾ പ്രത്യേകം പറഞ്ഞു, ആണിനോടും പറഞ്ഞു പെണ്ണിനോടും പറഞ്ഞിട്ടുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരുമായുള്ള ബന്ധത്തിന് തുടക്കം നിങ്ങൾ കുളിച്ച് വൃത്തിയായി അത്തർ ഭൂഷണേ ഊത് പുരട്ടണേ. ചുമ്മാ 10 റുപ്യയുടെ ആ മജ്മ വാങ്ങിയിട്ട് കാര്യമില്ല. അള്ളാഹുവെ ജീവിതത്തിൽ ശൗവത്തുണ്ടാവൂല. അത് ശരീരത്തിൽ നിങ്ങൾ പെരട്ടിയാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ശൗവത്തുണ്ടാവൂല. മലക്ക് ചില മയ്യത്തുകൾ മജ്മ പരട്ടിയിട്ട് മയ്യത്ത് കൊണ്ട് നടക്കും. 3 ദിവസം മയ്യത്ത് മലക്ക് ചോദിക്കൂല, കാരണം ഈ സ്മെല്ല് പോണ്ടേ. പണ്ടത്തെ മജ്മ ഊത് പോയിക്കണം. പെണ്ണുങ്ങന്മാർ അറബി പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ, ഊതൊക്കെ പൊക്കിട്ട് പാവട അടി കൂടെ പോയിക്കും. അവര് പാവട പൊക്കിട്ട് പഴച്ചു കൊടുക്കും. ചിരിക്കാൻ നിങ്ങൾ ചിരിപ്പിച്ച എന്റെ പ്രസംഗം പാത്തില്ല.
ഊത് പോയിക്ക് ഉസ്താദെ അറബികളുണ്ട്, ചോദിച്ചോ, ഗൾഫുകാരില്ലേ? ഉപ്പായ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, പാവം. അതല്ല സംഭവം. ഊത് പോയിക്കും സുന്നത്താണ്, സുന്നത്ത്. ആയിഷ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന വെറുതെ പറഞ്ഞ ചിരിക്കാൻ പറഞ്ഞല്ല, ഞാനിങ്ങനെ തമാശക്ക് പറഞ്ഞാൽ ഹദീസാണ് ഞാൻ പറയുന്നത് കേട്ടോ ഉസ്താദെ. നിങ്ങൾ ചിരിക്കാൻ പറഞ്ഞ ചിരിക്കാൻ പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല. എന്നെ കുറ്റം പറയരുത്, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. ഉപ്പമാര് എന്നെ കുറ്റം പറഞ്ഞ് ദേഷ്യപ്പെട്ട് എഴുന്നേറ്റ് പോകരുത്, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന ഇംറഅതൻ സഅലത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഗുസ്ലിഹാ മിനൽ മഹീൽ. ഹൈളിൽ നിന്ന് കുളിക്കുന്നത് എങ്ങനെയാണ്, പീരീഡ് വന്നതിന് ശേഷം കുളിക്കുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ഒരു മഹദി വന്ന് ചോദിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ആയിഷ ബീവിയാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ 2685 ഹദീസുകൾ പഠിച്ച റിവായത്ത് ചെയ്ത ആയിഷ റളിയല്ലാഹു തആല ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഹൈദിൽ നിന്ന് കുളിക്കുന്നത് ശുദ്ധിയാകേണ്ടതിനെ കുറിച്ച് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബഹുമാനപ്പെട്ട മഹദി അവர்கள் വന്ന് ചോദിക്കുകയാണ്. എങ്ങനെയാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തതഹരി, നീ ശുദ്ധിയാകണേ, ഫീ ഫസ്ലത്തിൻ മിനൽ മസ്ക്, മിസ്കിൽ നിന്ന് ഒരു കഷണം തുണി എടുത്തു വെച്ച് നിന്റെ ഗുഹ്യ ഭാഗത്ത്, ഔറത്തിന്റെ ഭാഗത്ത് വെച്ച് നീ ശുദ്ധിയാക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എങ്ങനെ ഒരു ഹൈളുകാരി ശുദ്ധിയാക്കേണ്ടത്, വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കഷണം തുണിയിൽ ഊദ് മിസ്ക് അല്ലെങ്കിൽ ഊദ് പുരട്ടിയിട്ട് വെക്കണമെന്ന്. വീണ്ടും ഈ സഹോദരി ചോദിച്ചു, കൈഫാ തതഹറു ബിഹാ യാ റസൂലല്ലാഹ്, ഞാൻ എങ്ങനെയാണ് ശുദ്ധിയാകേണ്ടത് നബിയേ? തതഹരി, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറഞ്ഞു, നീ ശുദ്ധിയാകണേ, മിസ്കിൽ നിന്ന് ഒരു കഷണം എടുത്തു വെച്ച് നിന്റെ ഗുഹ്യ ഭാഗത്തെ ഔറത്തിന്റെ ഭാഗത്ത് വെച്ചിട്ട് നീ ശുദ്ധിയാക്കണേ. വീണ്ടും ആ സഹോദരിക്ക് മനസ്സിലായില്ല, കൈഫാ തതഹറു യാ റസൂലല്ലാഹ്, ഞാൻ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടത് നബിയേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാണം വന്നു, ലജ്ജ വന്നു. ഇപ്പൊ എങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ലജ്ജ വന്നതുപോലെ അല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ ലജ്ജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് 11 മണിയല്ലേ, 11 ഇല്ലേ, 11 മണിക്ക് സ്റ്റോപ്പ് മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, തങ്ങൾ 3 പ്രാവശ്യം ചോദിച്ചു, ഈ ഹൈളിന്ന് എങ്ങനെ കുളിക്കുക, ഹൈളിന്ന് എങ്ങനെ കുളിക്കുക, ഇത് എങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കുക? നബി തങ്ങൾക്ക് നാണക്കേട് വന്നു. ആയിഷ ബീവി പറയാണ്, അവളെ ഞാൻ ഇങ്ങോട്ട് ബാടി, ഓളടുത്ത് ചോദിക്കാം, അദ്ദേഹത്തിന് ചോദിക്കണം, ഇങ്ങോട്ട് പാ. ആയിഷ റളിയല്ലാഹു തആല ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഫഖുൽതു തതബ്ബഈ, എന്നോട് പറഞ്ഞത്, ഒരു ഹൈള് വന്ന പെണ്ണ് കുളിച്ച് വൃത്തിയായി, അവൾക്ക് ഇന്ന് ഹൈള് പൂർത്തിയായതിനു ശേഷം ഇന്ന് ഭർത്താവുമായി ശാരീരിക ബന്ധം പുലർത്തുന്നതിന് മുമ്പ് ഒരു തുണിക്കഷണത്തിൽ അല്ലെങ്കിൽ ഒരു പഞ്ഞിയിൽ, കോട്ടൺ തുണിയിൽ ഊദ്, അത്തർ, ഊദ് പോലുള്ള സാധനങ്ങൾ പുരട്ടിയിട്ട് അവളുടെ ഗുഹ്യ ഭാഗത്ത് വെക്കണം. ഇതാണ് പറഞ്ഞു തന്നതിന്റെ ആശയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് ഭാര്യ പറഞ്ഞു കൊടുത്തത്, ഇതാണ് വെക്കണമെന്ന് പറഞ്ഞു കൊടുത്തത്. മനസ്സിലായില്ലേ? ഊത് വെക്കണം. ഊതാവുമ്പോൾ അലർജി ഉണ്ടാവില്ല. ഈ മജുമ പോലത്തെ സാധനം വെച്ചിട്ട് പിന്നെ ചൊറിഞ്ഞ് ആശുപത്രി പോകൽ നടക്കും, അത് പിന്നെ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് പ്രത്യേകിച്ച് അതിന് ഊതിന്റെ എണ്ണ അങ്ങനെ ഉണ്ട്. ഊത് അല്ലെങ്കിൽ തൈലം, ചന്ദന, സാൻഡൽ, സന്തൽ തൈലം, ചന്ദന തൈലുണ്ട്. അതൊക്കെ നമ്മുടെ ശരീരത്തിൽ പറ്റണം. അതാ ഞാൻ പറഞ്ഞത്, ഒരു ഭാര്യ ഭർത്താവിന്റെ അരികിലേക്ക് പോകുമ്പോ, ഭർത്താവ് ഭാര്യയുടെ അരികിലേക്ക് വരുമ്പോ കുളിച്ച് ശുദ്ധിയായി അത്തർ പൂശി ശരീരത്തിൽ നല്ല സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടിയിട്ട് വരണേ. ഒരു ഹദീസും കൂടെ ഉണ്ട്, പറയട്ടെ. കടുപ്പമുള്ളതാ, കുഴപ്പമൊന്നുമില്ല. ബന്ധങ്ങൾ അങ്ങനെയല്ലേ, ബന്ധങ്ങൾ അങ്ങനെയല്ലേ. അല്ലാഹ്
അതുകൊണ്ട് ഭർത്താക്കന്മാര് നമ്മൾ കുളിച്ചിട്ട് വൃത്തിയായിട്ട് അവരുടെ അടുത്ത് പോകും. രാത്രി കച്ചവടം എല്ലാം കഴിഞ്ഞിട്ട് കടയിൽ നിന്ന് വരുമ്പോൾ നമ്മൾ കുളിക്കണം. ഇപ്പൊ തന്നെ കണ്ടില്ല, ഇപ്പൊ രോഗമാകുമ്പോൾ നമ്മൾ ഒരേലേക്ക് കയറുമ്പോൾ കുളിക്കണം എന്ന് പറയുന്നത്. ഇതിന് മുമ്പേ ഇസ്ലാം പറയുന്നുണ്ട് കുളിക്കണം. പെണ്ണ് അതേപോലെ കുളിച്ചിട്ട് ഭർത്താവിന്റെ അരികിലേക്ക് പോകാം. ഏറ്റവും കൂടുതൽ സ്മെല്ല് കൂടുതലും പെണ്ണുങ്ങൾക്ക് നിലനിൽക്കും. പുരുഷന്മാർക്ക് അങ്ങനെ നിൽക്കൂല. നമ്മളെന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രസ്സൊക്കെ ഓപ്പൺ ഡ്രസ്സ് തുറന്നിടും. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെയല്ലല്ലോ. 2-3 അവരൊക്കെ ഇന്നർ ഇട്ടിട്ട് ഇങ്ങനെ എത്ര 2-3 ഡ്രസ്സുകളാണ് അവരിടുന്നത്. അപ്പൊ അതുകൊണ്ട് ആ വിയർപ്പ് കണം അവർക്കുള്ളിൽ ഇങ്ങനെ അടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അവരെപ്പോഴും കുളിച്ച് ശുദ്ധിയായി നല്ല ക്രീമുകളൊക്കെ പുരട്ടുക. നല്ല അലർജി ഉണ്ടാകാത്ത നല്ല നല്ല ക്രീമുകളുണ്ട്. ആ സുഗന്ധദ്രവ്യങ്ങൾ പുരട്ടിയിട്ട് വേണം തന്റെ ഭർത്താവിന്റെ അരികിലേക്ക് വരാൻ. അപ്പോഴേക്ക് സ്വാഭാവികമായിട്ട് മാനസികമായിട്ട് ഒരു റാഹത്തുണ്ടാകും. സ്മെല്ലിലൂടെ ഒരു റാഹത്തുണ്ടാകും. എന്നിട്ട് അവിടെ ഇരുന്ന് കാര്യങ്ങൾ പറയണം. കുടുംബകാര്യങ്ങൾ സംസാരിക്കണം. കൂട്ടത്തില് ശാരീരികമായ ലൈംഗികമായ കാര്യങ്ങളെ കുറിച്ച് പറയണം. അതിനുശേഷം അവളോട് ചുംബിക്കണം. ചുംബനം 5 ആണ്. പഞ്ചചുംബനം. ചുംബനം 5 ആണ്. ഖുബ്ലത്തുൽ വാലിദി അലൽ വലദി ലിൽ മവദ്ദതി. ഒരു വാപ്പ തന്റെ അലൽ ഖദ്ദി, ഒരു ഉപ്പ തന്റെ മക്കളെ ചുംബിക്കേണ്ടത് കവിളിലാണ്. മക്കളെ ചുംബിക്കേണ്ടത് ഉപ്പ ചുംബിക്കേണ്ടത് ഇവിടെയാണ്. വാത്സല്യ ചുംബനം എന്താണ് അതിന് പറയുക? ഉപ്പമാർക്ക് മക്കളെ ചുംബിക്കാനുള്ളതാണ് കവിള് വാത്സല്യ ചുംബനം. അതുകൊണ്ട് ഭർത്താക്കന്മാർ ചുംബിക്കേണ്ടെന്നല്ല, അവർ ചുംബിച്ചോളി, കുഴപ്പമില്ല. പക്ഷെ അതല്ല, ഓരോന്നിനും ഓരോ മക്കാമും മഹമൂദുകൾ ഉണ്ടല്ലോ, അതിൻ്റെതായ സ്ഥലങ്ങളും നിവിധങ്ങൾ അതുവരെ നമ്മളെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. എന്താണ് ചുംബിക്കണമെന്നുള്ളത്. ഉപ്പമാരൊക്കെ ദേഷ്യപ്പെട്ട് നോക്കുകയാണ്, ഇയാൾ ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പോൾ എവിടെ പോയിട്ട് ചുംബിക്കാനെന്ന്. എല്ലാവരും പൊതുവേ ഉള്ള കാര്യമല്ലേ. നമ്മൾ തമാശ പറഞ്ഞാൽ തമാശക്ക് പറയാം. പിന്നെ പ്രസിഡന്റ് അറിയില്ല, നമ്മളവിടെ പുരക്കി വെച്ച് കണ്ടതല്ലേ. നിങ്ങളല്ലേ ഈ വിഷയം തന്നത്. കുഴപ്പമില്ല, എല്ലാവർക്കും റാഹത്ത് കിട്ടുപ്പാ. അവർക്കൊക്കെ ഒരു ചിന്തിച്ചാറാവട്ടെ. എല്ലാം ഇപ്പൊ 2.5 വർഷം കൊണ്ട് അസലായി കിടക്കല്ലേ. മൊത്തത്തിൽ ലോക്ക്ഡൌൺ സംഭവേ. ലോക്ക്ഡൌൺ ഡൗൺ എന്ന് പറഞ്ഞാൽ ലോക്ക്ഡൌൺ ആയി പോയില്ലേ. ഡൗൺ ആയി കഴിഞ്ഞാൽ എല്ലാം പോയി സംഭവം. അപ്പൊ അതാണ് മക്കളെ ചുംബിക്കേണ്ടത് കവിളില്. വാപ്പമാര്, ഉപ്പമാര്, ഉമ്മമാര് കവിളിൽ ചുംബിക്കാം. അല്ലാഹ് 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 അല്ലാഹ്. ഖുബ്ലത്തുൽ വാലിദി, ഖുബ്ലത്തുൽ വലദി അലൽ വാലിദി. മക്കള് ഉപ്പയെ ചുംബിക്കേണ്ടത് അലർ റഅസ്, തലയില്. ഉപ്പമാരെ ചുംബിക്കാം. നമ്മൾ അറബികളെ ചുംബിക്കാം. ഉപ്പമാരാണ് ചുംബിക്കാം. ഖുബ്ലത്തുൽ ഉഖുവതി ഇഖ്വാൻ അലൽ ജബ്ഹതി. നമ്മളെ സഹോദരങ്ങൾ തമ്മിൽ, ജ്യേഷ്ഠ അനുജന്മാർ തമ്മിൽ ചുംബിക്കേണ്ടത് നെറ്റിയിലാണ്. ഖുബ്ലത്തുൽ 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 ഖുബ്ലത്തു ശഹവതി ലിൽ മർഅതി അലൽ ഫമി. ഭർത്താവ് ഭാര്യയെ ചുംബിക്കേണ്ടത് ചുണ്ടിലാണ്. ചുണ്ട് തന്നെ ചിറി എന്ന് പറയാം. ചിറി, ചുണ്ട് ഇല്ലേ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുഹാ വയമുസ്സു ലിസാനഹാ. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ചുണ്ടിലാണ് നബി തങ്ങൾ ചുംബിക്കുകയും വയമുസ്സു ലിസാനഹാ, അങ്ങനെ ചുംബിച്ച് ആ നാവ് ഈമ്പി എടുക്കുകയും ചെയ്യും. യമുസ്സു ലിസാനഹാ ഇങ്ങനെ എടുക്കാന്നുള്ള കാണിക്കാൻ പറ്റൂല, കാരണം ഇതിൽ കാണും. ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം, ഇമാമല്ലേ. അങ്ങനെയാണ്, അതിലാണ് അവർക്ക് റാഹത്ത്. മഹാന്മാരെ ചുംബിക്കല്, ആലിമീങ്ങളെ ചുംബിക്കല്, മുഅ്മിനീങ്ങളെ ചുംബിക്കല് അലൽ യദ്, കയ്യില്. ഈ ചുംബന 5 ആണ്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ചുംബന ഏതാ? അല്ലാതില്ല, കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നടന്ന ചുംബന അല്ല, റോഡ് സൈഡിലെ ചുംബന. അത് വ്യഭിചാരികളുടെ ചുംബനാണ്. അഭിചാരികൾക്ക് എവിടെയും ചുംബിക്കാം. അതിൽ വന്നാലും അതിൽ കടന്ന് ചുംബിക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇത് ഇസ്ലാമികപരമായിട്ട് ഹലാലായ വഴികളാണ് ഈ പറയുന്നത്. അപ്പൊ ഭാര്യ എവിടെയാണ്? അലൽ ഫമി, അവളുടെ ചുണ്ടിലാണ്, അവളുടെ നാവിലാണ്. അല ശഫതി, അല ശഫതിഹാ, അവളുടെ ചുണ്ടിലാണ്, അവളുടെ ചിറിയിലാണ്, അവളുടെ നാവിലാണ് ചുംബിക്കേണ്ടത്. അതാണ് ഏറ്റവും വലിയ കാര്യം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ ചുംബിച്ചത് അങ്ങനെയാണ്. കാന യമസ്സു ലിസാനഹാ യുഖബ്ബിലുഹാ വയമസ്സു ലിസാനഹാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ചുണ്ടിൽ ചുംബിക്കുകയും നാവ് ഈമ്പിയെടുക്കുകയും ചെയ്യുമായിരുന്നു, ഉറിഞ്ചിയെടുക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഭാര്യയുടെയും ഭർത്താവിന്റെയും തുപ്പൽ, തുപ്പുനീര് തമ്മിൽ യോജിക്കണം. ഇത് യോജിച്ചാ എന്താ? ഇന്നമാ ഫഅലത ദാലിക മിനൽ ഇംബിസാത്ത്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ യോജിക്കണമെങ്കിൽ അവരുടെ രണ്ടുപേരുടെ തുപ്പൽ തമ്മിൽ യോജിക്കണം, തുപ്പുനീര് യോജിക്കണം. ഇത് യോജിച്ചില്ലെങ്കിൽ അവരെ ഭാര്യയും ഭർത്താവും യോജിക്കൂല. അതുകൊണ്ട് ഇന്ന് പോയിട്ട് ഒരു തുപ്പ് വെച്ചുകൊടുക്കും. അല്ലാതെ ഇപ്പൊ അടുപ്പിച്ച് വെച്ച് തുപ്പാൻ പറ്റുമോ? ഇപ്പൊ അതൊക്കെ സമയം കഴിഞ്ഞില്ല. ഇപ്പൊ അതിനിപ്പോൾ അതൊക്കെ പണ്ടാണ് നടക്കും ഉസ്താദ്. ഇപ്പൊ എവിടെ പോയിട്ട് കിടക്കാനാണ്? എന്നാ ഞാൻ ഒരു ഹദീസ് പറഞ്ഞു തരാം. ഏറ്റവും വലിയൊരു ഖൈറ, ഒരു സുന്നത്തായ ഒരു അമലാണ്. ഞാൻ പറഞ്ഞാട്ടെ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ, അല്ലാഹു തആല എനിക്ക് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുവഫിയ ഫീ ബൈതി വഫീ യൗമി വബൈന സഹരി വനഹരി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ ദിവസത്തിലാണ് വഫാത്തായത്, എൻ്റെ നെഞ്ചിൽ കിടന്നാണ് വഫാത്തായത്, എൻ്റെ ദിവസത്തിലാണ് വഫാത്തായത്. ഭാര്യമാർക്ക് തമ്മിൽ ദിവസങ്ങൾ നിർണയിക്കുമായിരുന്നു. ഈ ദിവസം ഇന്നാൾ, ഈ ദിവസം ഇന്നാളുടെ വീട്ടിൽ, ഈ ദിവസം ഇന്നാളുടെ വീട്ടിൽ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർണയിക്കുമായിരുന്നു. അതിൽ ഒരു ദിവസം ആയിഷ റളിയല്ലാഹു തആല അൻഹ നിർണയിച്ചു. ആ ദിവസത്തിലാണ് നബി തങ്ങൾ വഫാത്താകുന്നത്. ആയിഷ ബീവി വളരെ സന്തോഷത്തോടെ പറയുകയാണ്, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഭാര്യമാരെ, സഹോദരിമാരെ കേട്ടോ, എനിക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം തുവഫിയ ഫീ ബൈതി, എൻ്റെ വീട്ടിൽ വെച്ച് വഫാത്തായി, വബൈന സഹരി വനഹരി, എൻ്റെ നെഞ്ചിൽ കിടന്ന് വഫാത്തായി, വജമഅ അല്ലാഹു ബൈന റീഖി വരീഖിഹി, എൻ്റെയും നബി തങ്ങളുടെയും തുപ്പ് നീരിനെ അല്ലാഹു യോജിപ്പിച്ചു. അവിടെയാണ് പോയിന്റ്. എങ്ങനെ അത്? മരിക്കാറായി കിടക്കുന്ന സമയത്ത് ഒരു ഭാര്യയുടെ കടമ ഞാൻ പറഞ്ഞുതരാം. ഇത് സെക്സ് അല്ല ഇത് കേട്ടോ, ഇത് നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമാണ്. പക്ഷെ ഇത് നമ്മൾ ജനങ്ങൾക്ക് ഇത് അറിയിച്ചു കൊടുക്കാത്തത് കൊണ്ടാണ് ഈ കുടുംബ പ്രശ്നങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് പറയേണ്ടത്. ഇതിന് ചങ്കൂറ്റം കാണിച്ച ജമാഅത്തിന് ഞാൻ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും വിളിച്ചാൽ വരാം, നല്ല പുതിയ പുതിയ ടിപ്സുകളുമായിട്ട് വരാം. പഠിക്കണ്ട. എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ വിളിക്കും. ഇപ്പൊ ഈ രാത്രി തിരിച്ചു പോകാനൊക്കെ മടിയായത് കൊണ്ടായിരിക്കും ആൾക്കാർക്ക് വരാൻ പേടി. അല്ലെങ്കിൽ ഈ വിഷയം വെച്ച ഇവിടെ നിൽക്കാൻ സ്ഥലം കാണില്ല. ഇതെല്ലാം നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഇത് പഠിക്കണ്ടേ, പറഞ്ഞു കൊടുക്കണ്ടേ, ഇത് മനസ്സിലാക്കി കൊടുക്കണം. നമ്മളൊന്നും പറയണ്ട, മാറി മാറി ഇരുന്നാൽ മതി. എല്ലാവരും അവിടെയൊക്കെ മാറി ഇരുന്നാൽ മതി. ഇപ്പൊ ഇല്ല, തിരിച്ചു പോകുമ്പോ എല്ലാം പറഞ്ഞ താഴെ മൂടിയിട്ടിട്ട് അങ്ങ് പോയാൽ മതി. ആരായവരാന്നൊന്നും ആരും അറിയുന്നില്ലല്ലോ. പുരയിലേക്ക് പോയി പെട്ടെന്ന് കിടന്നുറങ്ങിക്കോ. എന്നൊന്നും തിന്നാൻ നിൽക്കണ്ട. രാവിലെ 3 മണിക്ക് താജ്ജുദ് എഴുന്നേറ്റ് തിന്നാൽ മതി. ലൈറ്റ് അണച്ചിട്ട് പോയി കിടന്നോ. അല്ലാണ്ട് ഇന്നത്തെ കാര്യം എല്ലാ ദിവസവും ബാല് കഴിയുമ്പോൾ പുരയ്ക്ക് പോയിരുന്നിട്ട് സംസാരിക്കുമല്ലോ, ഇന്നത്തെ ബാൽ എന്തായിരുന്നു, അതാ ഇത് പറയാൻ പറ്റുമോ? പോയിട്ട് ഇന്നത്തെ ബാൽ ഇതായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? ഭാര്യയും ഭർത്താവ് മാത്രമേ ഉള്ളിടത്താണെങ്കിൽ പറയാൻ പറ്റുമോ? അൽഹംദുലില്ലാഹ് നമുക്ക് പറ്റിയ ടിപ്സാ കിട്ടിയത്. അമൽ ചെയ്തിട്ട് കിടക്കാം ഇൻഷാ അല്ലാഹ്. 2 കോഴിമുട്ട ബുൾസ അടി എന്ന് പറയും. കോഴിമുട്ട ബുൾസ അടിച്ചോ? നല്ലതാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമിനീരും തുപ്പുനീരും ആയിഷ ബീവിയുടെ തുപ്പുനീരോട് യോജിച്ചു. മരണസമയം എങ്ങനെയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിനോട് കിടക്കുന്ന സമയം ദഖല അലൈഹി അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ, അബൂബക്കർ എന്റെ സഹോദരൻ കടന്നു വരികയാണ്. വഫിയദിഹി സിവാക്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവിയുടെ സഹോദരനാണ്. ആ സഹോദരൻ കടന്നു വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ മിസ്വാക്ക് ഇരിപ്പുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ആ മിസ്വാക്കിലേക്ക് നോക്കുകയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, എനിക്ക് നബി തങ്ങളുടെ നോട്ടം കണ്ടപ്പോൾ മനസ്സിലായി അല്ലാഹുവിന്റെ റസൂലിന് മിസ്വാക്ക് ഇഷ്ടമാണ്.
കണ്ടോ കണ്ടോ, ഒരു ഭാര്യ മനസ്സിലാക്കണം, സ്കാൻ ചെയ്യാൻ ഭാര്യ തയ്യാറാവണം. ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണ്, ഒരു ഭർത്താവ് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ഭാര്യ നോട്ടത്തിൽ മനസ്സിലാക്കണം. അതാണ് ഭാര്യ, അതാണ് ബന്ധം എന്ന് പറയുന്നത്. എന്റെ ഇച്ഛാക്ക് ഈ സമയത്ത് എന്താണ് ആവശ്യം, അപ്പൊ കടയിൽ നിന്ന് വരുമ്പോൾ എന്താണ് ആവശ്യം, ഏത് വെള്ളമാണ് ആവശ്യം, ഏത് ഭക്ഷണമാണ് ആവശ്യം, ഇത് ആഗ്രഹങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചു കൊടുക്കണം. ഇതൊരു ഭർത്താവ് പറഞ്ഞില്ല എങ്കിലും, ഇനി കോമോ സ്റ്റേജിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ സംസാരിക്കാൻ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, ഇങ്ങനെ കാണിച്ചാൽ നമുക്ക് എന്താ വേണ്ടതെന്ന് അവള് മനസ്സിലാക്കണം. ഒരു ഭർത്താവിൽ നിന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മനസ്സിലാക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിന്റെ കയ്യിലേക്ക് നോക്കുമ്പോൾ അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിന്റെ കയ്യിൽ മിസ്വാക്ക് ഉണ്ട്. ഉടനെ ആയിഷ ബീവി നബി തങ്ങളോട് ചോദിച്ചു, ഉനാവിലുഹു ലക യാ റസൂലല്ലാഹ്, നബിയെ അങ്ങ് മിസ്വാക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ, ഞാൻ അങ്ങേക്ക് വാങ്ങി തരട്ടെയോ നബിയേ? തങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, സക്രാത്തിന്റെ വേദനയാണ്. തങ്ങൾ തല കൊണ്ട് ആംഗ്യം കാണിച്ചു, അതേ വേണം. ആയിഷ ബീവി വാങ്ങിയിട്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ കൈകളിലേക്ക് കൊടുത്തു. പക്ഷേ അവശനായി കിടക്കുകയാണ്. ഹബീബായ തങ്ങൾ ലോകത്തോട് വിട പറയാൻ വേണ്ടി വേദനയോടെ കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് ആ മിസ്വാക്ക് കൊണ്ട് പല്ല് തേക്കാൻ കഴിയാതെ പോയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വേദന കണ്ടപ്പോൾ ആയിഷ ബീവി മനസ്സിലാക്കി. ഹബീബായ തങ്ങളോട് ചോദിച്ചു, ഉലയ്യിനുഹു ലക യാ റസൂലല്ലാഹ്. കണ്ടോ, ഒരു ഭർത്താവിന്റെ പൂർണ്ണ അവസ്ഥ മനസ്സിലാക്കിയ ഭാര്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് കടിച്ചത് നേർമയുള്ളതാക്കാൻ കഴിഞ്ഞില്ല. ആയിഷ ബീവി പറഞ്ഞു, ഞാൻ കടിച്ച് നേർമയാക്കി തരട്ടെ നബിയെ, ഞാൻ കടിച്ചു തരട്ടെ. എന്റെ ആയിഷ ബീവിയുടെ മുഖത്ത് നോക്കി അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലയാട്ടി. അതേ ആയിഷേ, നിന്റെ പല്ലുകൊണ്ട് കടിച്ചത് നേർമയാക്കി തരൂ ആയിഷേ. അങ്ങനെയാണ് കടിച്ച് 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 നേർമയാക്കി. കഴുകിയില്ല, കണ്ടോ കണ്ടോ, കഴുകിയില്ല. കഴുകാതെ തന്നെ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പല്ല് തേച്ചു കൊടുത്തു മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ബഹുമാനപ്പെട്ട ആയിഷ ബീവി പറയുകയാണ്, ഇന്ന മിൻ നിഅമില്ലാഹി അലയ്യ, എന്റെ മേൽ അല്ലാഹു ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്റെ ഭർത്താവിന്റെ തുപ്പുനീരും എന്റെ തുപ്പുനീരുമായി അല്ലാഹു ലയിപ്പിച്ചു ബന്ധിച്ചു. ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഇന്നമാ ഫഅലത്ത് ബൈന ദാലിക മിനൽ ഇംബിസാത്ത്, ഒരു മനപ്പൊരുത്തം ഉണ്ടാകും. ഇതിനു മുമ്പ് ആഫിയത്തുള്ള സമയത്ത്, ആരോഗ്യമുള്ള സമയത്ത് നബിയുനാ റസൂലുള്ളാഹി തങ്ങളും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും തമ്മിൽ ഒരുപാട് രസങ്ങളായിരുന്നു. അവരുടെ കുടുംബ ജീവിതത്തില് കളിയായിരുന്നു, ചിരിയായിരുന്നു. എത്ര രസമെന്ന് വെച്ചാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, കുന്തു അഗ്തസിലു ഫീ ഇനാഇൻ വാഹിദിൻ അന വന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം കിലാനാ ജുനുബുൻ, ഞാനും എന്റെ ഹബീബും കൂടി ഒരു ബക്കറ്റ് വെള്ളത്തിലാണ് കുളിച്ചിരുന്നത്. ഏത് കുളി? വലിയ ശുദ്ധി കുളി. കിലാനാ ജുനുബുൻ, ഞങ്ങൾ രണ്ടുപേരും ജുനുബാളിയാണ്, വലിയ അശുദ്ധിക്കാരാണ്. ആ സന്ദർഭത്തിൽ ഒരു ബക്കറ്റ് വെള്ളത്തിലാണ് ഞങ്ങൾ കുളിച്ചിരുന്നത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ മഗ്ഗെടുത്തിട്ട് എന്റെ മേലേക്ക് വെള്ളം കോരി ഒഴിച്ചു തരും. ഞാനും അല്ലാഹുവിന്റെ റസൂലിന്റെ മേലേക്ക് വെള്ളം കോരി ഒഴിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം കോരി ഒഴിച്ച് ഞങ്ങൾ കളിക്കുമായിരുന്നു. കുടുംബജീവിതത്തിൽ എന്ത് രസം! നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ കുളിക്കാറുണ്ടോ? ഭാര്യ കുളിക്കുന്ന വേറെ ബാത്റൂമില്, ഭർത്താവ് കുളിക്കുന്നത് വേറെ ബാത്റൂമില്, 3-4 ബാത്റൂമില്. നീ അതിലേക്ക് പോയിക്കോ, ഞാൻ അതിലേക്ക് പോയിക്കോളാം. എന്നാ നമുക്ക് രണ്ടു കൂടെ ഇതിലേക്ക് ചുമ്മാ ഇത്ര നേരം നീ അവിടെ കുളിക്കാൻ വേറെ അവിടെ അത് പാടില്ല. നിബിധങ്ങൾ ഒരുമിച്ച് കുളിച്ചാലോ, പിന്നെന്താ? നിബിധങ്ങൾ ഒരുമിച്ച് കുളിച്ചതാണ്. ഞാൻ ഹദീസ് ഓതിയിട്ടല്ലേ പറയുന്നത്. കിലാനാ ജുനുബ്, ഞങ്ങൾ വലിയ ശുദ്ധിക്കാരായിരുന്നു. ആ സന്ദർഭത്തിൽ ഒരു ബക്കറ്റ് വെള്ളത്തിൽ കളിക്കുമായിരുന്നു. അങ്ങനെ നിബിധങ്ങൾ ഈ മഗ് വാങ്ങി ഇങ്ങനെ വെക്കും.
എന്നിട്ട് വെള്ളം ഇങ്ങനെ കുടിക്കും. നമ്മൾക്ക് ഈ കുളത്തിലൊക്കെ കുളിക്കാൻ പോകുമ്പോൾ വെള്ളം അടിച്ചടിച്ച് ഇങ്ങനെ കുളിക്കൂലേ? അപ്പൊ ചുമ്മാ എന്ന് പറയില്ല എന്ന് പറഞ്ഞ പോലെ വെള്ളം കോരി. ഇതാ ഹബീബെ കുടുംബജീവിതം എന്ന് പറയുന്നത്. ഇതാ രസം. ഇത് നമ്മുടെ ഭാര്യയായിട്ട് നമ്മൾ ഇങ്ങനെ അങ്ങനെ വെള്ളമൊക്കെ കോരി ഒഴിച്ച് കുളിച്ച് കളിക്കണം. അതൊരു രസമാണ്. അവരുടെ പിന്നെ ബാത്റൂമില് അടുത്ത് അയൽപക്കത്തുള്ള ക്യാമറ കൊണ്ടുവയ്ക്കുന്നുണ്ടോ നോക്കണം. അവസാനം പിന്നെ യൂട്യൂബിൽ കിടന്ന് കുളിക്കുന്ന കാണാം. ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണല്ലോ. കൊണ്ട് സൂക്ഷിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഇത് രണ്ടുപേർക്കും റാഹത്തുണ്ടാകും, നല്ലതാണ്. എന്നിട്ട് എന്താക്കണം? ഭർത്താവിന്റെ പുറം തേച്ചു കൊടുക്കണം. ഭാര്യയുടെ പുറം ഭർത്താവ് തേച്ചു കൊടുക്കണം. എത്ര ദിവസമായി അബി നമ്മുടെ പുറമൊക്കെ തേച്ചിട്ട് നമ്മൾ കുളിക്കുന്ന ഇങ്ങനെ എത്തുന്നില്ലോ. എന്നിട്ട് ഭിത്തിയുടെ സൈഡിൽ കൊണ്ടുവച്ചിട്ട് ബാത്റൂമിന്റെ ഭിത്തിയുടെ സൈഡിൽ കൊണ്ടുവച്ചിട്ട് പുറം കഴിത്തരാം. ഭാര്യയോ ഓളപ്പുറത്ത് കിടപ്പുണ്ട്. ഈ സാധനം പിന്നെ എന്തിനാണ് കിടക്കുന്നത്? ബാറ്ററി ചാർജ് ആക്കാൻ. ഓൾ അവിടെ കിടന്നിട്ട് നമ്മളിവിടെ ഭിത്തിയിലിട്ട് ഇങ്ങനെ തിരികെ പുറം കഴിയുന്നു. പിന്നെ വേറൊരു സാധനമുണ്ട്, ചൈനക്കാരൻ ഇത്ര നീളമുള്ള സാധനം കളീവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് ഇതിന്റെ എല്ലാം ആവശ്യമുണ്ടോ വെച്ചാൽ അമ്മക്ക് ഇല്ലേ? നമ്മുടെ ഭാര്യയുള്ളപ്പോ ഓളെ വിളിച്ചിട്ട് ഓളെ കൊണ്ട് പുറം കഴിയുത്താന്ന് പറയണം. ഓളുടെ പുറവും നമ്മളും കഴുകി കൊടുക്കണം. ഇതൊക്കെ ചെയ്യണം അബീബ്. ഇതല്ലേ കുടുംബജീവിതം എന്ന് പറഞ്ഞു. നിങ്ങൾ പിന്നെ എന്താ വിചാരിച്ചേ? ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മൾ ഇനി നാളെ മൂല്യങ്ങളൊന്നും കടത്തൂല ഈ സാധനങ്ങൾ. ഇവിടെ പുറം കഴി തന്നിട്ട് പോയാൽ അപ്പൊ എന്താക്കണം എന്നറിയോ? എപ്പോഴും നിർമ്മിച്ച സ്റ്റീൽ ബോൾ വാങ്ങി വെച്ചാൽ മതി. പാത്രം കഴിയുന്ന സ്റ്റീൽ ബോൾ പരട്ടി കൊടുത്താൽ അതൊക്കെ നമ്മൾ ചെയ്യണപ്പാ അബീവേ. അവർക്ക് സ്നേഹമല്ലേ? ഇതൊക്കെ ഒരു സ്നേഹമാണ്. പുറം അവരുടെ കഴുകി കൊടുക്കുക, നമ്മളുടെ പുറം അവരും കഴുകി തരിക. ഇതാണ്. മുഴുവനെ കുളിക്കാൻ പാടില്ല. വസ്ത്രം ഒരു ചെറിയ തുണി കൊടുക്കണം. തുണി കൊടുത്തിട്ട് ബക്കറ്റ് ഇപ്പൊ എല്ലാരും മറ്റേന്റെ ഫിക്കറിലിരിക്കുമ്പോൾ ബക്കറ്റിലാരും പൈസ ഇടും. ഹബീബെ എല്ലാരും ഒന്നിട്ട് മൂന്ന് സ്വലാത്തുല്ല സല്ലല്ലാഹു അലാ മുഹമ്മദ് ഉറക്കച്ചൊല്ലു സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹ് പടച്ചവനെ ഈ സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. ആനന്ദം നൽകണേ അല്ലാ. ആഹ്ലാദം നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ഹബീബായ തങ്ങളുടെ ആ ഖബറിന്റെ അരികിലേക്ക് പോയി സ്വലാത്ത് ചൊല്ലാൻ ഒരു തൗഫീഖ് നൽകണേ റബ്ബേ. ആ റൗളയിൽ 2 റക്അത്ത് നമസ്കരിക്കാൻ തൗഫീഖ് നൽക റബ്ബേ. നബി തങ്ങളുടെ മുറാഫഖത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവിടുത്തെ ഞങ്ങളുടെ മഹദിമാരെ കാണാൻ, ഞങ്ങളുടെ ഉമ്മമാരെ കാണാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണേ റബ്ബേ. അതിനെ സ്വലാത്ത് വസീലയായി നിന്നോട് തേടുന്നു റബ്ബേ. ഇത് സബബാക്കണേ അല്ലാ, സബബാക്കണേ അല്ലാ. എല്ലാവരും സദഖ, എല്ലാവരും ആ ബക്കറ്റ് എടുക്കുന്നൊന്ന് പറഞ്ഞിട്ട് ആദ്യം കൊണ്ടുപോകണ്ടല്ലേ? അതല്ലേ നമ്മൾ പറയാൻ വരുള്ളൂ അല്ലേ? ഇതങ്ങനെ പറയാതെ അവരങ്ങനെ കൊണ്ടുപോയിട്ടത് കൊണ്ട് എല്ലാവരും സഹായിക്കും. സഹോദരിമാരെ സഹായിക്കും, സഹോദരങ്ങളെ സഹായിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ എല്ലാ ഐശ്വര്യവും സന്തോഷവും നൽകി അല്ലാഹു അനുഗ്രഹിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊരു ബന്ധം വേണം. ഭാര്യമാരും ഭർത്താക്കന്മാരും തമ്മിൽ കൈകൾ തമ്മിൽ ചേർത്ത് പിടിക്കണം. അതിലൊരു കുടുംബ ബന്ധം, കുടുംബ ജീവിതത്തിൽ റാഹത്തുണ്ടാവും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക്, 2 പേരുടെയും ഭാര്യയുടെയും ഭർത്താവിന്റെ കൈകൾ തമ്മിൽ ചേർത്ത് പിടിക്കുമ്പോ തസാഖത്തതു ദുനൂബുഹുമാ മിൻ ഖിലാലി അസ്വാബിഹിമ. ആണ് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ചേരുക, യോജിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം. ഫതൽസഖു ജിൽദഹാ ബിജിൽദിഹി ഫതദ്ഖുലു മഅഹാ ഫീ ലിഹാഫിഹി. അതാണ്, അങ്ങനെ വേണം. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഒരു പെണ്ണിനെ അപേക്ഷിച്ചിടത്തോളം ജായിസ് ആവുകയില്ല ഹത്താ തഅറള നഫ്സഹാ അലാ സൗജിഹാ. തന്റെ ഭർത്താവിന്റെ മുന്നിൽ അവൾ തന്റെ ശരീരത്തെ പ്രദർശിപ്പിക്കുക എന്നുള്ളത്, അതൊരു ഭർത്താവിന്റെ മുന്നിൽ തന്റെ ശരീരത്തെ പ്രദർശിപ്പിക്കൽ അനുവദനീയമാണ്. പക്ഷെ ഔറത്തിലേക്ക് നോക്കുക എന്നുള്ളത് അത് അനുവദനീയമാണ്. പക്ഷെ ആയിഷ ബീവി നബിതങ്ങൾ തമ്മിൽ അവർ ഔറത്ത് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കുളിക്കുന്ന സമയത്ത് ഒരു മുണ്ട് പുതച്ചിട്ട് കുളിക്കണമെന്ന് പറഞ്ഞു. ചെറിയ ഒരെണ്ണം ഔറത്ത് മറയ്ക്കുന്ന സമയം അങ്ങനെ കുളിക്കുന്നത് മലക്കുകൾ ശ്രദ്ധിക്കും എന്നാണ് ഉലമാക്കൾ പറയുന്നത്. ചില ഉലമാക്കൾ ഇത് ജായിസ് ആണെന്ന് പറയുന്നുണ്ട്.
ദാവൂദ് നബി അലൈഹി സ്വലാം, മൂസ നബി അലൈഹി സ്വലമൊക്കെ ഓടിയത് മുഴുവനെ ഓടിയ രംഗങ്ങളൊക്കെ അത് വെച്ചിട്ട് അവരത് പറയുന്നത്. പക്ഷെ നമ്മളത് ജായിസാക്കി നാളെ പോലെ എല്ലാ എണ്ണം മുഴുവനെ തന്നെ പോയി കുളിക്കും. അതുകൊണ്ട് നമ്മൾ ജായിസാക്കാനൊന്നും നിൽക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ നമ്മളൊരു ബന്ധം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് രണ്ടാമത് ഒരു ജിമാ ചെയ്യാൻ ഒരു ആഫിയത്ത് കിട്ടും. ഇങ്ങനത്തെ കുളിയിലെ പിന്നെ ഒരു ആഫിയത്ത് ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു, ഒരാൾ കുടുംബ ശാരീരിക ബന്ധം കഴിഞ്ഞാൽ രാത്രി കുളിച്ചിട്ട് കിടക്കണം. പച്ചവെള്ളത്തിൽ നമ്മൾ ആ കുളിക്കും ഉടനെ കുളിക്കരുത്. ശാസ്ത്രീയപരമായിട്ട് നമ്മുടെ ശരീരത്തിന് അത് കേടുണ്ടാക്കും. ഉടനെ വെള്ളം കുടിക്കാൻ പാടില്ല. നമ്മളിപ്പോൾ ക്ഷീണിച്ചിട്ട് ഉടനെ നമ്മൾ വെള്ളം കുടിക്കും. ഇപ്പൊ എക്സർസൈസ് ചെയ്തിട്ട് ഉടനെ വെള്ളം കുടിക്കാൻ പാടില്ല. നടന്നു വന്നിട്ട് ക്ഷീണിച്ച് ഉടനെ വെള്ളം കുടിക്കാൻ പാടില്ല. ഇരുന്ന് കിതപ്പ് മാറിയതിനു ശേഷം വെള്ളം കുടിക്കാം. അതേപോലെ ശാരീരികമായി നമ്മളൊരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെട്ടതിന് ശേഷം ക്ഷീണിച്ചു വരും. ആ സമയത്ത് ഉടനെ വെള്ളം കുടിക്കാൻ പാടില്ല. അല്പസമയം കഴിഞ്ഞിട്ടേ കുടിക്കാവൂ. ഉടനെ കുളിച്ചിട്ട് കിടക്കുക. കുളിക്കുമ്പോൾ വീണ്ടും ഒരു ഉഷാറുണ്ടാകും. വീണ്ടും ശാരീരികമായി ബന്ധപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്നുവെടുത്തിട്ട് കിടക്കുക. ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ശാരീരികമായ ഔറത്ത് അവയവങ്ങൾ കഴുകി ശുദ്ധിയാക്കിയിട്ട് കിടക്കുക. ഇനി ഒന്നും കഴിഞ്ഞില്ല എങ്കിൽ ഒരു തുണി കൊണ്ട് തുടച്ചിട്ട് കിടക്കുക. ആ തുണി രണ്ടും സെപ്പറേറ്റ് ആയിരിക്കൽ നല്ലതാണ്. രണ്ടും രണ്ട് തുണി, പെണ്ണിന് വേറെ തുണി, ആണിന് വേറെ തുണി. ഓളുടെ പാവാടയിൽ നിന്റെയും തുടച്ച് എന്റെ ഇതിൽ അവളും തുടച്ച് അത് ശരിയല്ല. അത് കുടുംബ വഴക്കുണ്ടാവും ഭാവിയിൽ. ഇതൊക്കെ വേറെ ഉലമാക്കളുടെ ഭാഗം എന്നുള്ളതാണ്. കാരണം കുടുംബ വഴക്ക് എപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാകുന്നതിന്റെ ഒരു കാരണം ഇവരുടെ ഈ സ്കലിച്ച വസ്തുക്കൾ ഒരു തുണിയിൽ തുടയ്ക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അത് രണ്ടും രണ്ടാക്കി മാറ്റണം. അതിലൊക്കെ ഒരുപാട് ശാസ്ത്രീയ വശങ്ങളുണ്ട്. ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. ചിലര് ജവാസൻ അനുവദിച്ചിട്ടുമുണ്ട്. അത് അവരുടെ ലൈംഗിക ബന്ധത്തിന് ഒരു റാഹത്തുണ്ടാക്കുന്ന സംസാരം. അതിപ്പോ എങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ കാണിച്ചു തരാൻ എടുക്കാനൊന്നും പറയാനൊന്നും പറ്റൂല. അങ്ങനെയുള്ള സംസാരം ജായിസ് ആക്കിയിട്ടുണ്ട്. അല്ലാത്ത സംസാരം നമ്മള് രാവിലെ എയർപോർട്ടിൽ പോകണം പെട്ടെന്നാട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിലൊരു റാഹത്തുണ്ടാവും. അപ്പൊ അതുകൊണ്ട് സംസാരം അത് പാടില്ല. പിന്നീട് ശാരീരികമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് നിർബന്ധമായും നമ്മൾ പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടണം. നിർബന്ധമാണത്. അത് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായാലും കുട്ടികൾ ഇല്ല എങ്കിലും പ്രസവം നിർത്തിയാലും നമ്മളത് ചെയ്തിരിക്കണം. കാരണം ഇല്ല എങ്കിൽ ഒരു പിശാച് നമ്മളുടെ ജനനേന്ദ്രിയത്തിൽ കയറിയിരിക്കുമെന്നാണ് ഹദീസ്. അങ്ങനെ ജനനേന്ദ്രിയത്തിൽ പിശാചി കയറിയിരുന്നാൽ ആ ബിസ്മി ചൊല്ലാതെ അഊദു ചൊല്ലാതെ അല്ലാഹുമ്മ ജന്നിബിനി ശൈത്താൻ വ ജന്നിബി ശൈത്താന മാ റസഖ്തനാ, നീ വിവാഹം കഴിച്ചു, മക്കൾ കഴിഞ്ഞു, പ്രസവം നിർത്തിയെങ്കിൽ നമ്മളത് ചൊല്ലണം. എന്താണെന്നറിയോ? ഇല്ലെങ്കിൽ ഈ പിശാചിലൂടെ ഈ ഗർഭപാത്രത്തിൽ ഈ പിശാച് കടന്ന് രോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണം. അങ്ങനെയാണ് സ്ത്രീകൾക്ക് ഈ എന്താ പറയാ മുഴകളൊക്കെ ഉണ്ടാവുക. ഈ ഗർഭപാത്രത്തിൽ മുഴകൾ ഉണ്ടാകുക. അങ്ങനെ ഉണ്ടാകാനുള്ള കാരണം അതാണ്. ശാസ്ത്രീയ വശമായിട്ടും അങ്ങനെയാണ്. അതുകൊണ്ട് പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടിയിട്ട് വേണം ശാരീരികമായി ബന്ധപ്പെടാൻ. അത് ഏത് സമയത്തും അങ്ങനെ തന്നെയാകണം. മുഴുവനെ വിവസ്ത്രരായിട്ട് നിങ്ങൾ ബന്ധപ്പെടരുത്. വിവസ്ത്രരായി ബന്ധപ്പെടരുത്. വസ്ത്രമില്ലാതെ. ലൈറ്റ് ഇല്ലല്ലോ, ചെറിയ 0 വോൾട്ട് ലൈറ്റ് വേണം. മുകളിൽ ഒരു പുതപ്പിട്ട് മൂടണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. إذا أتى أحدكم فليستتر إذا أتى أحدكم فليستتر നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുമായി ശാരീരിക ബന്ധം സ്ഥാപിക്കുമ്പോൾ നിങ്ങളൊരു മറയിടണേ, ഒരു പുതപ്പിടണേ. ഇല്ല എങ്കിൽ പിശാച് അവിടെ സന്നിഹിതരാകും. പിശാച് സന്നിഹിതനാവുക മാത്രമല്ല, വഖറജത്തിൽ മലായികതു, മാലാകമാര്, റഹ്മത്തിന്റെ മാലാകമാർ അവിടെ നിന്ന് മാറിപ്പോകും. വഹളറത്തിശ് ശയാത്തീൻ, അവിടെ പിശാച് ഹാളറാകും. അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കുമ്പോ അതിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന കുട്ടികളിൽ പിശാചിന്റെ അംശമുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ വിവസ്ത്രരായി ബന്ധപ്പെടരുത്. ഒരു തുണിയുടെ മറയിലല്ലാതെ നിങ്ങൾ ബന്ധപ്പെടാൻ പാടില്ല എന്ന് കമാ ഖാല റസൂലുള്ളാഹി.
ബന്ധപ്പെടുമ്പോൾ ഭാര്യയുടെ അവകാശം കൂടെ നിങ്ങൾ ഹനിക്കരുത്, അതുകൂടെ നിങ്ങൾ കൊടുക്കണേ. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി മിനൽ ഖൈർ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച വാക്കാണ്, ഒരു സഹോദരനും ഈമാൻ ഉള്ളവനാവുകയില്ല, വിശ്വാസിയാവുകയില്ല, തന്റെ സഹോദരന്റെ ഇഷ്ടങ്ങൾ പൂർത്തീകരിക്കുന്നത് വരെ. ഏത് ഇഷ്ടങ്ങളാണ്? അവന്റെ എല്ലാ നന്മകളും അതിലൂടെ നമ്മൾ പങ്കാളിയാവണം. ഒരു ഭാര്യയും ഭർത്താവും അവർ കൂട്ടുകാരാണ്, അവർ ഇണകളാണ്, അവർ തുണകളാണ്, അവർ ഒറ്റച്ചരടിലെ മക്കളാണ്, ഒരു കുട കീഴിലാണ്, ഒരു പുതപ്പിന്റെ കീഴിലാണ്. ഒരു ഭർത്താവിന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നത് വരെ ഭാര്യ സാവകാശം നൽകണം. ഒരു ഭാര്യയുടെ അവകാശം പൂർത്തീകരിക്കപ്പെടുന്നത് വരെ ഭർത്താവും അവളോടൊപ്പം സഹകരിക്കണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെ ചെയ്യാതെ ഭാര്യയുടെ അവകാശം പൂർത്തീകരിക്കാതെ ഭർത്താവിന്റെ ആവശ്യങ്ങൾ മാത്രം പൂർത്തിയാക്കി എഴുന്നേറ്റ് പോയാൽ അവൻ ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ശത്രുവാണ്. കാരണം ഇഹ്മാലു ഹല്ലിൽ മർഅത്തി ഇളറാറും ബിഹാ ലാ ളററ വലാ ളിറാറ. ഇസ്ലാം എന്ന് പറയുന്നത് ആരെയും ദ്രോഹിക്കാൻ പറയുന്ന വാക്കല്ല, അങ്ങനെ പഠിപ്പിക്കുന്ന മതമല്ല. അതുകൊണ്ട് ഒരു പെണ്ണിനെ ദ്രോഹിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ദ്രോഹമാണ് ആ പെണ്ണിന്റെ വികാര പൂർത്തീകരണം മിതമായ നിലയിൽ നടത്തി കൊടുക്കാൻ ഒരു ഭർത്താവിന് കഴിയാതെ വരിക. അങ്ങനെ കഴിയാതെ വരുമ്പോൾ അവളിൽ നിഫ്രത്തുണ്ടാകും, ദേഷ്യമുണ്ടാകും, കോപമുണ്ടാകും, വെറുപ്പുണ്ടാകും. ഈ ഭർത്താവുമായി യാതൊരു സന്തോഷവും അവൾക്കിടയിൽ ഉണ്ടാവുകയില്ല. ഈ ഭർത്താവില്ലാത്ത സമയത്ത് മറ്റൊരു ഭർത്താവ് മറ്റൊരാളുമായി, മറ്റൊരു വ്യക്തിയുമായി സ്നേഹസല്ലാപത്തിന് തുടക്കം കുറിക്കേണ്ടി വരും. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്, ഒരു ഭാര്യയുടെ അവകാശമാണ് അവളുടെ ശാരീരിക വികാര വിചാരങ്ങൾ. അതിനുള്ള അവസരം ഭർത്താക്കന്മാരെ നിങ്ങൾ ഒരുക്കി കൊടുക്കണേ. അതുവരേക്കും നിങ്ങൾ അവളോടൊപ്പം ശയിക്കണേ, കിടന്നു കൊടുക്കണേ. കമാ ഖാല റസൂലുള്ളാഹി. ഒരു ഭർത്താവിന്റെ സ്ഖലനം എന്ന് പറയുന്നത് അവന്റെ മുതുകിൽ നിന്നാണ്. അതാണ് പുരുഷന്മാർക്ക് പെട്ടെന്ന് സ്ഖലിക്കാന്നുള്ളത്. സ്ത്രീയുടെ എന്ന് പറഞ്ഞാൽ ബൈന സുൽബി വത്തറായിബ്, ഇവിടെ നിന്ന് കുറച്ച് താമസിക്കും. ഭർത്താവിന്റെ മുതുകിൽ നിന്നാണ്, അത് പെട്ടെന്ന് വരും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് സ്കലിച്ചു കഴിഞ്ഞാൽ അവൾക്ക് സ്കലിക്കാറായി വരുന്ന സമയത്തായിരിക്കും നമ്മൾ എഴുന്നേറ്റ് പോവാ. അവൾക്ക് പിന്നെ വലിയ നിഫ്രത്തായിരിക്കും. മക്കൾ ഉണ്ടാകാൻ ബലാത്സംഗം ചെയ്താലും മക്കൾ ഉണ്ടാകും, അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ മക്കൾ ഉണ്ടാകുന്നതുമായിട്ടൊന്നും ബന്ധമില്ല. പക്ഷെ അവളുടെ തൃപ്തിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവൾ തൃപ്തിയായി എന്ന് രണ്ടു കൂട്ടരും തൃപ്തിയാകുന്നത് വരെ അങ്ങനെ തന്നെ കിടന്നു കൊടുക്കണമെന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. നിങ്ങൾ ചാടി എഴുന്നേറ്റ് പോയാൽ അവൾ പിന്നെന്താ, പിന്നെ മിണ്ടൂല. ഹയാന്റെ പേരിൽ അവൾ മിണ്ടൂല. പക്ഷെ അവൾക്ക് ഭയങ്കര ദേഷ്യമായി. അന്ന് 2 ഗ്ലാസും 3 പ്ലേറ്റും പൊട്ടും, തനിയെ വീണ് പൊട്ടും. അതന്നെയാണ്, അറിയില്ല. പിന്നെ ഇയാൾക്ക് ചിലപ്പോൾ ബിമ്മ അരി കൊടുക്കും. അപ്പൊ പറയാം, എന്താ ഇന്നത്തെ ഉപ്പ് കൂടുതൽ, എരി കൂടുതൽ, അങ്ങനൊക്കെ തിന്നാൽ മതി. ചില സമയത്തൊക്കെ വെപ്പ് കൂടും, എരിയെ കൊടുക്കും. നിങ്ങൾ ഇന്നലെ നല്ല സ്വീറ്റ് തിന്നില്ല, ഞാൻ ഇന്നലെ എരിയ തിന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഭാര്യയുടെ ഇന്ന് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, കുടുംബ പ്രശ്നത്തിന്റെ മെയിൻ ഭാഗം ഒരു ഭർത്താക്കന്മാരും ഭാര്യയെ തൃപ്തിപ്പെടുത്തുന്നില്ല. അതാണ് പോയിന്റ്. ഒന്നാമതായി ഭർത്താക്കന്മാർക്ക് പെട്ടെന്ന് സ്കലിക്കുന്നത് കൊണ്ട് പിന്നീട് അവനെ കൊണ്ട് ആഫിയത്തില്ലാതെ വരുന്നു. ശരി തന്നെയാണ്. അതിന് മുമ്പ് നബി തങ്ങൾ ദൂതന്മാരെ അയക്കാൻ പറഞ്ഞത്. അയൽവക്കത്തുള്ള ദൂതന്മാരെ വിളിച്ച് അയക്കാനല്ല പറഞ്ഞത്. അതെ, അവരെ പിടിച്ചേക്കലല്ല. ദൂതന്മാരെ അവളോട് സംസാരിച്ച് അവളുമായിട്ട് റാഹത്താക്കി. അവൾക്കപ്പം എന്താകും, അതൊക്കെ കുറച്ച് രഹസ്യമായിട്ട് പറയേണ്ട വിഷയങ്ങളാണ്. അപ്പൊ നമുക്കത് മനസ്സിലാവും എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഇവൾക്ക് എന്താവും, റാഹത്തായിട്ട് ബന്ധപ്പെടാനുള്ള തർത്തീബ് സമയത്ത്, ആ സമയത്ത് ബന്ധപ്പെടുമ്പോൾ രണ്ടുപേർക്ക് ഒരേപോലെ സ്കലിച്ചാൽ അവരുടെ ജീവിതത്തിലാണ് ഏറ്റവും വലിയ സന്തോഷം. ഭർത്താവിന് ആദ്യം സ്കലിക്കുമ്പോൾ ചിലപ്പോൾ ഭർത്താവിന്റെ അതേ കോലത്തിലുള്ള കുട്ടിയായിരിക്കും വരിക. ഭാര്യയ്ക്ക് ആദ്യം സ്കലിക്കുമ്പോൾ അവളുടെ മുഖഭാഗമുള്ള കുട്ടികളായിരിക്കും വരിക. ഇനി ഇത് രണ്ടും അല്ലാതെയും വരും. അത് കണ്ടിട്ട് നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ വെളുത്ത പെണ്ണിന് കറുത്ത കുട്ടി ഉണ്ടാവും. എടി നീയും വെളുപ്പ് ഞാനും വെളുപ്പ്, പിന്നെ നമുക്ക് അങ്ങനെ കറുത്തത് ഉണ്ടാകാം. സുഡാനികൾക്ക് ഭയങ്കര വെള്ളാരങ്കല്ല് പോലെ വെളുത്ത വിളക്കൾ ഉണ്ടാവുന്നുണ്ട്. അതെവിടുന്ന് വന്ന സംഭവം? സുഡാനികൾക്ക് ഇതിന്റെ വിധങ്ങളെടുക്കൽ വന്ന കേസാണ്. പക്ഷെ അതൊന്നും നമ്മൾ സംശയിക്കാൻ പാടില്ല. ലാ യത്റുഖു അഹദുക്കും
നിങ്ങൾ ആരും നിങ്ങളുടെ ഭാര്യയെ സംശയിക്കരുത്, ഭർത്താവിനെ സംശയിക്കരുത്. അത് ഏറ്റവും വലിയ ദ്രോഹമാണത്. അത് ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ്. പിന്നെ കുടുംബ ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യണം. ആയിഷ ബീവിക്ക് നബി തങ്ങൾ തോറ്റുകൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തോൽക്കേണ്ടതില്ല. പക്ഷെ എന്തിനാണ് ഈ സ്ത്രീകളെ അപേക്ഷിച്ചുള്ള ഈ വാ തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ നമ്മൾ എന്താണ്, നമുക്ക് മറുപടി കൊടുത്താൽ നിൽക്കൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് മുണ്ടാണ്ട് അങ്ങോട്ട് പോവൽ തന്നെയാണ് ഏറ്റവും വലിയ ഹൈർ. എന്നാലും കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെ നമ്മുടെ ഈ കുട്ടികളെയൊക്കെ ആക്കിയിട്ട് ഇനി ഇവളെ തലാക്കിയല്ലിട്ട് ഇനി എന്താക്കാൻ പറ്റും? ഒന്നും പറ്റൂല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് കുടുംബത്തിൽ അവളുടെ കാര്യം നമ്മൾ കേൾക്കണം. ഒരു ഭർത്താവ് അവിടെ ഇരിക്കണം. എന്താ നീ പറ സബീന, നീ പറ, എന്താ എനിക്ക് പ്രശ്നം? അത് കേൾക്കാൻ ഒരു ഭർത്താവ് തയ്യാറാണ്. ഒരു ഭാര്യയുടെ വിഷമം കേൾക്കാൻ ഭർത്താവ് തയ്യാറാകണം. ഒരു ഭർത്താവിന്റെ വിഷമം കേൾക്കാൻ ഭാര്യ തയ്യാറാവും. അതിന് ഹദീസുകളും ആയത്തുകളും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരു ദിവസം നമുക്ക് വേണ്ടതുപോലൊക്കെ സംസാരിക്കാം. അൽഹംദുലില്ലാ 2 മണിക്കൂർ നമ്മൾ വേണ്ടതുപോലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇനി ഉള്ളതും ഒക്കെ അരിച്ചു പറക്കിയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അമൽ ചെയ്തിട്ട് എല്ലാവരും അറിയിക്കുക. വല്ല കുറവുണ്ടെങ്കിൽ പിന്നെ ഫോണിൽ കൂടെ വിളിച്ച് പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടിയ നമ്മളെയും ഇവിടേക്ക് ക്ഷണിച്ച ഇതിന്റെ സംഘാടകരെയും അല്ലാഹു നമ്മളെല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി തരട്ടെ. സാലിഹീങ്ങളായ മക്കളെ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. നമുക്കിന്ന് ഭക്ഷണം തന്ന ഹാജിയാർ അൽഹംദുലില്ലാ കുടുംബത്തിലെല്ലാ ബർക്കത്തും ആ ഭക്ഷണത്തെ സ്വീകരിച്ച് നല്ല സൂപ്പർ ചാപ്സ് കീപ്സ് എല്ലാം അടിപൊളിയായിരുന്നു. അള്ളാഹു അത് പാചകം ചെയ്ത സഹോദരിമാർക്കും ആഫിയത്ത് കൊടുക്കട്ടെ. അതിനുവേണ്ടി പരിശ്രമിച്ച ഹാജി ചായ്ക്കും എല്ലാം അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഇവിടുത്തെ ഗേറ്റ് ഫ്രണ്ടിലല്ലേ, ഗേറ്റ് പണിഞ്ഞു തന്നോ? പണിഞ്ഞ അത് ആ കിടക്കുന്ന അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയി ദുബായിൽ. സഹോദരൻ പേരുണ്ടോ? അമീൻ. അൽഹംദുലില്ലാ അദ്ദേഹം മനോഹരമായ ഒരു ഗേറ്റ നല്ല പേരൊക്കെ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ ഖബറിടം സന്തോഷിപ്പിക്കുമാറാകട്ടെ. ബർസഖിയായ ജീവിതം അല്ലാഹുവേ നീ സ്വർഗ്ഗ പൂങ്കാവനമാക്കണേ പടച്ചവനെ. ആ മാതാപിതാക്കളോടൊപ്പം സാലിഹീങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ പരിലസിക്കാൻ അവർക്കും ഞങ്ങൾക്കും ആ മക്കൾക്കും നീ തൗഫീഖ് നൽകണേ പടച്ചവൻ. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. മരണപ്പെട്ട ഉസ്താദ് ഇബ്രാഹിം ഉസ്താദിന്റെ മകൻ അത്താഉള്ള, അത് അല്ലാഹുവിന്റെ അത്താ ആണ്. അത് അല്ലാഹു തന്നു, അല്ലാഹു സ്വീകരിച്ചു. നാളെ നമ്മളെ ആ മകൻ അല്ലാഹുവേ ആ ഉപ്പ ഉമ്മയെ സ്വീകരിക്കാൻ സ്വർഗത്തിന്റെ വാതിൽക്കൽ നിൽക്കുന്ന മക്കനാക്കി മാറ്റണേ പടച്ചവനെ. അല്ലാഹുവേ ആ മാതാപിതാക്കളെ കാണുമ്പോൾ പുഞ്ചിരിയോടുകൂടി ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് സ്വീകരിച്ച് സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മകനാക്കി മാറ്റണേ പടച്ചവനെ. അല്ലാഹുവേ അവരെ ഞങ്ങളെ സ്വർഗത്തിന്റെ അഹരികാരാക്കണേ പടച്ചവനെ. സാലിഹീങ്ങളോടൊപ്പം നീ അവരെ സ്വർഗത്തിൽ എത്തിക്കുകയും ആ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നൽകണേ പടച്ചവനെ. ഒരുപാട് പേര് 213, 313, 201, 501 ഒക്കെ തന്നിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ എല്ലാ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കും. കൊറോണ ആയിട്ട് മുസാഫത്തൊന്നും വേണ്ട, കൈ പിടിക്കല്ലേ? അത് വേണ്ട അല്ലേ? മുസാഫാത്തെ കൊറോണ ആയിട്ട് എറണാകുളം പിടിച്ചിട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ ഇപ്പോഴത്തെ സാഹചര്യം. അതിലിപ്പോ 10-500 രൂപ കിട്ടും. അതല്ലേ അത് വേണമെങ്കിൽ ഞാൻ തരാം. ആ മുസാഫത്തില്ലാതെ ഒരു ബക്കറ്റ് കൊണ്ട് വെച്ച് കൊടുക്കണം. കാരണം ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. ഇപ്പൊ ജിഫ്രി തങ്ങൾ പോലും കൈ കൊടുക്കൂല. ഞാൻ 2 വർഷമായിട്ട് നടക്കുന്നത് കിട്ടുന്നില്ല, കൈ കൊടുക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ഈ സൂക്ഷിക്കാൻ നല്ലതല്ലേ അവിടെ ഇവിടെയൊക്കെ. നമുക്ക് പിന്നെ അങ്ങനെയില്ല. പക്ഷെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തിയ അസുഖം വാങ്ങണ്ടല്ലോ അല്ലേ? അതുകൊണ്ടാണ് അൽഹംദുലില്ലാ നമുക്കിപ്പോ അങ്ങനെയൊന്നുമില്ല. എന്തായാലും ആ ബക്കറ്റ് എടുത്തോക്കളെ. എന്ത് ബക്കറ്റ് എടുക്കി നീ സെക്സ് പറഞ്ഞ ഉസ്താനെ മുസാഫത്ത് എന്നല്ല ആഗ്രഹം വല്ല ആണോന്നല്ല, അങ്ങനെയൊന്നുമില്ലല്ലോ. അൽഹംദുലില്ലാ നല്ല മനോഹരമായ പള്ളിയൊക്കെ പെയിന്റ് അടിച്ച് പകൽ സമയത്ത് കാണാൻ കുഴപ്പമില്ല. ഇനി അടുത്ത ആഴ്ചയൊക്കെ കർണാടകത്തിൽ വരുന്നുണ്ട്. ഈ മാസം ഫുള്ള് കർണാടക. ഉള്ളാളത്ത് 22-ാം തീയതി കുടുംബജീവിതത്തിന്റെ ബാക്കി വിഷയം. അങ്ങോട്ടേക്ക് പോരട്ടോ. എന്നാൽ ഇത്രയും പറയാനൊന്നും പറ്റൂലത്തത് അവിടെ അല്ലേ? അങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റും ഇച്ചിരിയൊക്കെ. അത് നല്ല
1,00,000 വരെ കൊടുത്തിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവേ പടച്ചവനെ നൽകിയവർക്കെല്ലാം സ്വർഗ്ഗം നൽകി നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ അവരുടെ കുടുംബങ്ങളിൽ മരണപ്പെട്ടവരുടെ ഖബറിടത്തിലേക്ക് ഇതിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ പടച്ചവനെ. അവരുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകണേ പടച്ചവനെ. ഇതങ്ങോട്ട് വെച്ചു. എല്ലാവരും എഴുന്നേറ്റ് വരി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എഴുന്നേറ്റ് വരി. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും എഴുന്നേറ്റ് ഇവിടെ നിൽക്കാം. ഇവിടെ ദുആ. കർണാടക പഠിക്കണം. കർണാടക ഭാഷ ഇവിടെ അവിടെ നിൽക്കി. ഇവിടെ നമുക്ക് നമുക്ക് ദ്വാരക്ക. ഇവിടെ നിന്നിട്ട് തന്നെ ദ്വാരക്ക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും മുസാഫത്ത് ചെയ്യാൻ കുഴപ്പമില്ല. അതിനകത്ത് ഇട്ടോളി, പൈസ ഇടോളി. ഇല്ലട്ടോ ബക്കറ്റിൽ പൈസ ഇട്ടോളി. കഴിഞ്ഞ് നമുക്ക് മുസാഫത്ത് ചെയ്യാം. നാളെ മജ്ലിസുൻ നൂർ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഈ മജ്ലിസിൽ ഇവിടെ വെച്ച് തന്നെ ഉസ്താദ് ആരെ നേതൃത്വം? നമ്മളെ ഇമാം ഉസ്താദ് നേതൃത്വം. ഇൻഷാ അല്ലാഹ് എല്ലാവരും നാളെ ദുആയിക്ക് എല്ലാവരും ഇവിടെ എത്തിച്ചേരുക, അത് ഓതുക. അല്ലാഹു തആല ബദരീങ്ങളുടെ ബർക്കത്തോട് നമ്മളെ രോഗത്തെ ശിഫയാക്കി തരട്ടെ, ഇടങ്ങേറുകൾ ഒഴിവാക്കി തരുമാറാകട്ടെ, മുസീബത്തുകൾ ഒഴിവാക്കട്ടെ. എല്ലാവരും വരി, എല്ലാവരും ഇട്ടോ മുസാഫത്ത് ചെയ്യാം. നമുക്ക് ദുആ ഇരുന്നിട്ട് മുസാഫത്ത് ചെയ്യാം. പൈസ ഇട്ടണ എല്ലാവരും പൈസ ഇട്ടെങ്കിലും ബക്കറ്റ് നിറഞ്ഞാൽ മുസാഫത്താക്കാം. ഒരു ഇഞ്ചക്ഷന്റെ പൈസ എങ്കിലും വീഴണ്ടേ? ഊസി പോടണ്ട. ഊസിക്കുള്ള പൈസ ഇല്ല. ഊസി പോടുന്നതിനുള്ള പൈസ ഉണ്ടേ? എല്ലാവരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാവരുടെ ആഗ്രഹങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി